1000 പോലീസുകാരുടെ ബന്ദവസിൽ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ചാൻസലറുടെ ഷോ, വിദ്യാർത്ഥികളുടെ സമര വേലിയേറ്റം. സംഭവബഹുലമായ ദിവസം പിന്നിടുമ്പോൾ സനാതന ധർമ്മപീഠത്തിന്റെ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങിയിരിക്കുന്നു. SFI വിദ്യാർത്ഥികളെ ഗുണ്ടകളെന്നും ക്രിമിനലുകളെന്നും വിളിച്ചു നേരിട്ട ഗവർണർ മാധ്യമങ്ങളോടും കുപിതനായി. ഞങ്ങൾക്ക് ചാൻസലറെയാണ്, സവർക്കറയല്ല വേണ്ടത് എന്ന ബാനറുമായി എത്തിയ വിദ്യാർത്ഥികൾ കറുപ്പണിഞ്ഞും കറുത്ത ബലൂൺ പറത്തിയും ഒരു വേള ബാരിക്കേഡ് ചാടിക്കടന്നും രോഷം പ്രകടിപ്പിച്ചു. സർവകലാശാലകളുടെ സംഘവൽക്കരണത്തിനെതിരെയുള്ള സമരത്തിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടില്ലെന്ന് SFIയും SFI ക്രിമിനലുകളാണെന്ന് ഗവർണറും ആവർത്തിക്കുമ്പോൾ പോർമുഖം ഒരുങ്ങുകയാണ്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. വിറപ്പിച്ചോ SFI? ഗവർണർ SFI പോര് കനക്കുമോ? കലാലയങ്ങൾ കലുഷിതമാകുമോ? വരുന്നത് സമരകാലമോ? ഈ ചർച്ചയിൽ എന്നോടൊപ്പം ശ്രീ A. റഹീം MP CPM, ശ്രീ B. ഗോപാലകൃഷ്ണൻ BJP, ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസ് എന്നിവർ. വളരെ ചെറിയൊരു വേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ ഗോപാലകൃഷ്ണൻ, നിങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാനെ കോഴിക്കോട് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നുണ്ടോ? അദ്ദേഹം മിഠായി തെരുവിൽ പോകുന്നു, ജിലേബി കടയിൽ കയറുന്നു, ഹൽവ കടയിൽ കയറുന്നു, ഹൽവ കഴിക്കുന്നു, വഴിക്കൂടെ പോകുന്ന കൊച്ചുങ്ങളെ എടുത്ത് ഒക്കത്ത് വെക്കുന്നു. സാധാരണ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഇങ്ങനെയൊക്കെ കാണാറ്. വല്ലാത്ത വിഷമമുണ്ടല്ലേ? ഒരു പഴയ SFIക്കാരൻ്റെ രോദനം മാതിരിയുണ്ട്. അല്ല, എനിക്ക് വിഷമമൊന്നുമില്ല, തമാശയല്ലേ? കുഴപ്പമില്ല, രോദിക്കുന്നത് നല്ല അല്ല, തമാശ അല്ല. ഞങ്ങൾക്ക് പഴയ SFIക്കാരൻ്റെ രോദനത്തിൻ്റെ ഒരു ഈണമാണ് കേൾക്കാൻ കഴിയുന്നത്. വാസ്തവത്തിൽ താങ്കളുടെ ഇൻട്രോയിൽ ഗവർണർക്ക് വിദ്യാർത്ഥികൾ ഒരു ഭാഗത്തെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഇൻട്രോ തെറ്റാണ്. വിദ്യാർത്ഥികൾ ഒരു ഭാഗത്തല്ല, SFI വിദ്യാർത്ഥികൾ ഒരു ഭാഗത്താണ്. SFI വിദ്യാർത്ഥികൾ ഒരു ഭാഗത്ത് എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയണം. നിങ്ങൾ പറഞ്ഞല്ലോ, എന്താ നിങ്ങളുടെ ഈ SFI വിറപ്പിച്ചോ എന്നാണ് നിങ്ങളുടെ ചോദ്യം. SFI വിറപ്പിച്ചോ അതോ SFI വിറച്ചോ? ഇത് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ പോലെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലൊന്നും വിശ്വസിക്കുന്ന കാലമല്ല. വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സിനിമയിൽ പറയില്ലേ, ഇന്നസെൻ്റ് പറയില്ലേ, അതേപോലെ അക്ഷരാർത്ഥത്തിൽ SFIക്കാർ, ആ ആർഷോ അടക്കമുള്ള SFIക്കാരെ മൂക്കുകൊണ്ട് ഖായ് ഖ ng എന്ന് ഉത്തരേന്ത്യക്കാരനായ ഉത്തർപ്രദേശുകാരനായ ഒരു ഗവർണർ വരപ്പിച്ചു. എന്താണ് പ്രഖ്യാപനം? എന്തായിരുന്നു? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ ഗവർണറെ കാലുകുത്തിക്കില്ല. ഗവർണർ കാലുകുത്തി. ഞങ്ങളിവിടെ മുഴുവനും ഗവർണർക്കെതിരെ പ്രതിഷേധത്തിൻ്റെ ബാനർ നിറച്ചു വെക്കും. ബാനർ ഊരിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളിതെല്ലാം ചെയ്യുന്നത് പോലീസിൻ്റെ അകമ്പടിയോട് കൂടിയിട്ടാണ്. പോലീസ് വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് നേരെ അങ്ങ് മിഠായി തെരുവിലേക്ക് പോയി. ജനങ്ങളെ കണ്ടു. ജനങ്ങൾ അദ്ദേഹത്തിന് മിഠായി കൊടുത്തു. ജനങ്ങൾ അദ്ദേഹത്തിന് ഷെയ്ക്കാൻഡ് കൊടുത്തു. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. ഈ 1000 പോലീസുകാരുടെ അകമ്പടിയോട് കൂടി യൂണിവേഴ്സിറ്റിയിൽ പോയി ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു, പിന്നെ ബാനർ അഴിപ്പിച്ചു. ഇതൊക്കെ വലിയ ഹീറോയിസ് ആയിട്ട് താങ്കൾക്ക് തോന്നും. അപ്പോൾ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ സിനിമയിൽ കീലേരി അച്ചുവിൻ്റെ ഷോ ആയിട്ട് തോന്നുന്ന ആൾക്കാരും ഉണ്ടാവും. ഇതൊക്കെ ആളുകളെ അനുസരിച്ചിരിക്കും ഈ കാഴ്ചപ്പാട്. ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ, എന്നിട്ട് നിങ്ങൾ പറയുന്നതല്ലേ ഒരു മാന്യത. ഒന്ന് വെയിറ്റ് ചെയ്യേ. ഇങ്ങനെ ഈ ആർഷോയ്ക്ക് ഇല്ലാത്ത വികാരം, എനിക്ക് ഭയങ്കര തമാശയാണ്. അല്ല, അത് മനസ്സിലായി. ഞങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് വളരെ തമാശയായിട്ടാണ് തോന്നിയത്. കാരണം വാസ്തവത്തിൽ കേരളത്തിൽ ഒരു നവകേരള യാത്ര കേരളത്തിലെ ജനങ്ങൾ കണ്ടത് ഇന്നാണ്, മിഠായി തെരുവിൽ. ഇതാണ് യഥാർത്ഥത്തിലെ നവകേരള യാത്ര. യഥാർത്ഥ നവകേരള യാത്ര. ജനങ്ങൾ വരുന്നു, കാണുന്നു, സംസാരിക്കുന്നു, ജനങ്ങളുമായിട്ട് ഇടപഴകുന്നു, ജനങ്ങൾ ഉമ്മ വെക്കുന്നു, കൈ കൊടുക്കുന്നു, മിഠായി കൊടുക്കുന്നു, ജനകീയമായി പോകുന്നു. പരാജയപ്പെട്ടില്ലേ? പോലീസിൻ്റെ അകമ്പടി ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് പോയില്ലേ? അപ്പോൾ ഇപ്പുറത്തോ ഇന്നലെ കാലുകുത്തിക്കില്ല, ഗവർണറെ കാലുകുത്തിക്കില്ല. ഗവർണർ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ പ്രകടനം നടത്താതെ അങ്ങോട്ട് പോകുന്ന വഴിയിൽ പ്രകടനം നടത്തി. അപ്പോൾ ഗവർണർ നേരെ ഇങ്ങോട്ട് വന്നു. ഇന്ന് ഗവർണർ നേരെ വരാൻ മിഠായി തെരുവിൽ പോയപ്പോൾ അവിടെ ഒരു പ്രകടനവും കണ്ടില്ല. അത് കഴിഞ്ഞ് ഗവർണർ വീണ്ടും ക്യാമ്പസിൽ വന്നപ്പോൾ ആ ഭാഗത്തൂടെ ഈ ഭാഗത്തൂടെ കുറേ ആളുകളെ ഇരച്ചു കയറാൻ വന്നു. എൻ്റെ പൊന്നു ചങ്ങാതി, നാണക്കേടായി പോയില്ലേ? വാസ്തവത്തിൽ നാണക്കേടെന്ന് പറഞ്ഞാൽ ഖായ്ക്ക ng എന്ന് പറഞ്ഞ് SFIക്കാരെ കൊണ്ടിങ്ങനെ മൂക്കിൽ ഇച്ഛ വരപ്പിച്ചില്ലേ ആ മനുഷ്യൻ? വാസ്തവത്തിൽ നാണക്കേടില്ലേ? SFIക്ക് അപമാനഭാരം കൊണ്ട് തല കുനിക്കാൻ പറ്റാത്ത അവസ്ഥ. വല്ലാത്ത അങ്ങേയറ്റത്തെ തല, എന്താ പറയാ, ഞാൻ പറയാൻ എനിക്ക് വാക്കില്ല. ആ രീതിയിൽ നാണം കെട്ട് പോയില്ലേന്ന് ഈ SFIക്കാര്. അല്ല, ഞാനൊന്നും പറഞ്ഞു തീർന്നോട്ടെ, അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ നിർത്താം, അതായിരിക്കും നല്ലത്. അപ്പോൾ എനിക്ക് വാസ്തവത്തിൽ ഒരു കാര്യം പറയാനുള്ളത് എന്താ അറിയോ,
ഈ ഗവർണറെടുത്ത് അത് നമ്മുടെ റഹീമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയണേ, ഈ ഗവർണറെടുത്ത് വെറുതെ വേഷം കെട്ട് കാണിക്കാൻ പോവാതിരിക്കാൻ നല്ലത്. കാരണം ഈ പങ്കായം കണ്ടപ്പം ഒരു പ്രത്യേക ആക്ഷൻ ഇട്ടിട്ട് ഓടിപ്പോയ ചില ഇരട്ട ചങ്കോ ഒറ്റ ചങ്കോ ഉള്ള ആൾക്കാരിൽ പെടുന്ന ആളല്ല ഇയാൾ. പ്രത്യേക ആക്ഷൻ കണ്ടാൽ, ഏത് ബ്രണ്ണനിലെ പ്രത്യേക ആക്ഷൻ കണ്ടാൽ അങ്ങനെയൊന്നും പേടിക്കില്ലെന്ന്. കാരണം ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ ഒരു തൊഴിലാളിയെ വെട്ടിക്കൊന്ന് കടാര ഉയർത്തിപ്പിടിച്ച് ഞാൻ ധീരനാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഈ ക്രിമിനലുകളെയൊക്കെ ജയിലിൽ കൊണ്ട് നിറയ്ക്കാവുന്ന വകുപ്പ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ആയിരുന്നു ഈ മനുഷ്യൻ. ആ മനുഷ്യൻ ഉത്തർപ്രദേശിൽ നിന്ന് വന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു CPM-നെ SFIയെയും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടെന്ന്. ഇതിൽ കൂടുതൽ നാണക്കേട് വാസ്തവത്തിൽ വരാനില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരുപക്ഷെ പഴയ SFIക്കാരൻ എന്ന നിലയിൽ താങ്കൾക്ക് ചിരി വരുന്നുണ്ടാവും, പക്ഷെ നാട്ടിലെ ഇന്ത്യയിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ചിരി വരികയാണ്. ചിരിച്ചോട്ടെ സാർ, അങ്ങയുടെ അനുവാദം കൊണ്ട് എനിക്ക് ചിരിക്കായിരുന്നു. അതെ വാസ്തവത്തിൽ ഒറ്റ മിനിറ്റ് ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ നിർത്താം. വാസ്തവത്തിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് ജട്ടിയും മുലപ്പാലും കൊടുത്ത് താരാട്ടുപാടി ആർഷോയെ അങ്ങനെ പോലീസുകാർ കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ ഞങ്ങൾ ചിരിച്ചു. യഥാർത്ഥത്തിൽ ജനങ്ങൾ ചിരിച്ചത് ഇന്നലെയാ. കാരണം മുലപ്പാല് കൊടുക്കുന്നു, ജട്ടി കൊടുക്കുന്നു, മോനെ ആർഷോ എന്ന് പറഞ്ഞ് താരാട്ട് പാടുന്ന പോലീസുകാരൻ. ഇയാളെ പോലീസില് പിടികിട്ട പുള്ളിയാ, പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട ആളാ, പിടികിട്ടാ പുള്ളിയാ. പോലീസ് ഇങ്ങനെ താരാട്ട് കൊണ്ടുവന്നു, ജനങ്ങൾ ചിരിച്ചു സന്തോഷമായിട്ട്. ഇതിൽ കൂടുതലൊരു തമാശ ഈ 2023 ഇനി വരാനില്ല. ശരി, ഓക്കെ. ശ്രീ എ റഹീം, SFIക്കാരെ കൊണ്ട് ഗവർണർ, SFIക്കാരെ മാത്രമല്ല CPM-കാരെ എണ്ണ വരപ്പിച്ചു. ഗവർണർ പറഞ്ഞിടത്ത് നിന്നു. SFIക്ക് ഇതിൽ പരമൊരു നാണക്കേട് വരാനില്ല എന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഗോപാലകൃഷ്ണനിലേക്ക് വരുന്നതിന് മുമ്പ് ഖൽബ് കീഴടക്കി ഗവർണർ, ഹൽവെന്നുണർന്ന് ഗവർണർ, വലഞ്ഞ് പോലീസ്, നവകേരള ഗവർണർ സദസ്സ്, ഗവർണറുടെ മധുര പ്രതികാരം, ഒരു ഗവർണർ സെൽഫി, ഉല്ലാസഭരിതനായ ഗവർണർ മിഠായി തെരുവിലൂടെ, കേരളം അറിഞ്ഞു ഗവർണർ, പറഞ്ഞ് ഒടുവിലത്തതാണ് രസം. ഗവർണർ വേറെ ലെവൽ, മാതൃഭൂമി വേറെ ലെവലായി തരംതാഴ്ന്നു പോയ ഒരു മണിക്കൂർ ഇവിടെ കടന്നുപോയിരുന്നു. അല്ല, അത് ശ്രീ ഒരു മണിക്കൂർ മാത്രം കാണുന്നതിന്റെ കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം വൈകുന്നേരത്തെ ഒരു മണിക്കൂർ സമരജ്വാലയായി പ്രതിഷേധാഗ്നിയായി SFI. അല്ല, ഒരു സെക്കൻഡ് ശ്രീ, എന്നോടല്ലേ അദ്ദേഹം ചോദിച്ചത്, ഞാൻ അതിലൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ സംസാരിക്കട്ടെ? അല്ല അതിലേക്ക് വരണ്ട. അല്ല, അതിനൊരു മറുപടി പറയണ്ടേ? സംസാരിക്കട്ടെ? അതെ, ഞാൻ പറയാം, കേൾക്ക്. പറയൂ. അല്ല, അപ്പോ ഇതിപ്പോ രാവിലത്തെ ഒരു മണിക്കൂറിന്റെ കാര്യം താങ്കൾ പറഞ്ഞു. വൈകുന്നേരത്തെ ഒരു മണിക്കൂറിൽ സമരജ്വാലയായി SFI, പ്രതിഷേധാഗ്നിയായി പിന്നെ യൂണിവേഴ്സിറ്റി, അങ്ങനെ കുറെ സംഗതികൾ ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു മണിക്കൂർ സെലക്ടഡ് ആയി കാണുമ്പോഴാണ് ഈ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് ഷിറഹീം. അപ്പൊ മുഴുവനായിട്ട് കണ്ടാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നു. പിന്നെ ഇത് മാത്രമല്ല, നോക്കൂ, ഇതുപോലെ പണ്ട് ഈ KN ബാലഗോപാലിന്മേലുള്ള പ്രീതി ഗവർണർ പിൻവലിച്ചല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലത്തെ കൊടുത്തൊരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഖാൻ ആരാ രാജാവാണോ എന്നുള്ളതായിരുന്നു. അതിപ്പോൾ താങ്കളിപ്പോൾ പരാതി പറഞ്ഞതുപോലെ അവിടെ നിന്ന് ഈ രാജ്ഭവനിൽ നിന്നൊക്കെ വലിയ പരാതിയായി. അപ്പോൾ ഈ ക്യാപ്ഷൻ എഴുതി കാണിക്കുന്നത് കണ്ട് ഇപ്പോൾ എന്തോ വലിയ മാറ്റം സംഭവിച്ചു എന്നൊന്നും ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല, പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് വിഷയങ്ങളിലേക്ക് വരാം. അല്ല, വിഷയത്തിലേക്ക് വരാം. അതിലെനിക്ക് ഒരു ഭാഗം കൂടി പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരാം. അത് ഗൗരവ സ്വഭാവത്തോടു കൂടി തന്നെ അവഗ്രഹിക്കേണ്ട ഒരു വിഷയമാണ്. ഏത് സമയത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ സമയത്ത് അവിടെ ഇരിക്കുന്ന ആളിൻ്റെ മനോനിലയാണ് അതിൽ പ്രതിഫലിച്ചത് എന്ന് മാധ്യമപ്രവർത്തനം ചെയ്യുന്ന എനിക്കറിയാം. അതായത് ഇതെല്ലാം കാണുമ്പോൾ ശാഖയിലെ കസർത്ത് കാണുമ്പോൾ കോൾമയൂർ കൊള്ളുന്ന ഏതൊക്കെയോ ആളുകൾ അവിടെ ഇരിപ്പുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് തെറ്റൊന്നുമല്ല, അവർക്കങ്ങനെ കോൾമയൂർ കൊള്ളട്ടെ. പക്ഷെ അതല്ല മാതൃഭൂമിയുടെ പോളിസിയായി വരുന്നത്. മാതൃഭൂമി മാനേജ്മെൻറ്റ് ആലോചിക്കേണ്ട കാര്യമാണ്. എന്തെന്നാൽ ഇതൊരു ഗൗരവ സ്വഭാവമുള്ള സമരം നടക്കുന്നു. ഇനി ഞാൻ പറയുന്ന വിഷയവുമായി കൂടി ബന്ധപ്പെട്ടാണ്. എന്താ പറയാ, പറയട്ടെ. അല്ല, തീർച്ചയായിട്ടും ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് ഗവർണർ ഗോൾ പോസ്റ്റ് മാറ്റിവെക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഗവർണർ ഒരിടത്തേക്ക് പോകുന്നു. അപ്പോൾ ഗവർണർ വേറെ ലെവൽ. കേരളത്തിലെ മിഠായി തെരുവിൽ ആരെങ്കിലും സമരം പ്രഖ്യാപിച്ചിരുന്നോ? കോഴിക്കോട് തെരുവിലെ ആരെങ്കിലും സമരം പ്രഖ്യാപിച്ചിരുന്നോ? ആരെങ്കിലും സമരം പ്രഖ്യാപിച്ചോ? എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അവിടെ അദ്ദേഹം പോകുന്നു. ഗവർണറെ കാണുമ്പോൾ സ്വാഭാവികമായി അതിനെക്കുറിച്ച് ഒരു അതിശയോക്തിയോടുകൂടി സംഘപരിവാറിൻ്റെ സൈബർ ടീമിനെ പോലെ മാതൃഭൂമിയുടെ
ഉത്തരവാദിത്തപ്പെട്ടവർ ഇതെല്ലാം തയ്യാറാക്കുന്നത് വളരെ ഡെസ്കിലെ ഉത്തരവാദിത്തപ്പെട്ടവരാണല്ലോ. ആ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ പണിയെടുക്കരുത്. ഇനി അതിനു വേണ്ടിയിട്ട് ശമ്പളം എടുക്കുന്നു എങ്കിൽ അതിന് മാതൃഭൂമി അങ്ങനെ പണം കൊടുക്കേണ്ടതുണ്ടോ എന്നതിനെ കുറിച്ച് ആലോചിക്കണം. അത് അത്യന്തം പ്രതിഷേധാർഹമാണ്. മാതൃഭൂമിയായെടുത്ത നിലപാട് അങ്ങേയറ്റ വിമർശന വിധേയമാണ്. അത് മാതൃഭൂമിയുടെ പറയാൻ പോകാനാവില്ല. അല്ല, ഇതിനൊരു മറുപടി ഉണ്ട് ശ്രീ റഹീം. നോക്കൂ, ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ടാണല്ലോ സർക്കാരും ഗവർണറും തമ്മിൽ ഈ നിലയ്ക്കുള്ള വലിയ പോരാട്ടത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് വളരെ ശക്തമായ ഒരു സോഷ്യൽ മീഡിയ ടീമില്ലേ? ഇപ്പൊ റഹീമൊക്കെ ചില ചർച്ചകളൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന ആളാണല്ലോ. കഴിഞ്ഞ ഇപ്പോൾ എഡിറ്റോറിയൽ സ്വഭാവമുള്ള പരിപാടി, ഈ പരിപാടി സൂപ്പർ പ്രൈം ടൈം എഡിറ്റോറിയൽ സ്വഭാവമുള്ള പരിപാടിയാണ്. കഴിഞ്ഞ 2 വർഷത്തെ ഗവർണറുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും എടുക്കൂ, എന്നിട്ട് അതിലെടുത്തിട്ടുള്ള പൊസിഷൻസ്, അതിൽ മുകളിൽ എഴുതി കാണിക്കുന്ന ക്യാപ്ഷൻസ്, എന്താണ് ചർച്ചയുടെ ആംഗിൾ, ഇതൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് താങ്കളുടെ ഈ പറഞ്ഞ വാദത്തെ ഇന്ന് വേണ്ട അടുത്ത ദിവസങ്ങളിൽ സാധൂകരിച്ചാൽ മതി. നമുക്ക് ഈ കാര്യത്തിലൊക്കെ പിന്നെ ഉച്ചവരെ ഒരു എഡിറ്റോറിയൽ പോളിസി, ഉച്ചയ്ക്ക് ശേഷം വേറൊരു എഡിറ്റോറിയൽ പോളിസി എന്നൊന്നുമില്ല. ഇതൊക്കെ താങ്കൾ പറയുന്ന ഒരൊറ്റ സ്ഥാപനത്തിന്റെ തന്നെയാണ്. അപ്പോൾ എവിടെയെങ്കിലും ആലങ്കാരികമായ ഒരു വാചകം എഴുതി കാണിച്ചാൽ ഉടനെ അതെന്തോ വലിയ എഡിറ്റോറിയൽ പോളിസിയിൽ ഏതാണ്ട് വലിയ സംഭവം സംഭവിച്ചു എന്നൊന്നും കാണണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഖാൻ ആരാ രാജാവാണോ എന്ന് എഴുതി കാണിച്ചതിന് രാജ്ഭവനിൽ നിന്ന് പരാതി വന്നിരുന്നു. ഇപ്പൊ നിങ്ങൾ ഖൽബ് കീഴടക്കി ഖാൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പരാതി വരുന്നു. ഞാൻ അതിനെ അത്രയേ കാണുന്നുള്ളൂ. അതല്ലാതെ ഈ കാര്യത്തിൽ ക്വാളിറ്റേറ്റീവായ ഒരു അനാലിസിസ് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ റഹീമിന്റെ ടീമിലുള്ള ആളുകളെ നിയോഗിക്കാം. അങ്ങനെ കഴിഞ്ഞ 2 വർഷമായി എഡിറ്റോറിയൽ പരിപാടികളിൽ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഗവർണർ എന്നുള്ള നിലയിൽ എടുക്കുന്ന നിലപാടുകളും ചാൻസലർ എന്നുള്ള നിലയിൽ എടുക്കുന്ന നിലപാടുകളും എങ്ങനെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ചോളൂ. ഞാൻ അതിന് ഓപ്പണാണ്. അത് കഴിഞ്ഞു. അല്ല, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കടക്കാം. അല്ല, ഞാൻ ഒറ്റ കാര്യം കൂടി പറയട്ടെ, ഒരു ക്ലാരിഫിക്കേഷൻ കൂടി എൻ്റെ ഭാഗത്ത് വേണ്ടതുണ്ട്. അതായത് ഇത് സംബന്ധിച്ച് ഈ പ്രശ്നത്തിൽ ഒരു നിലപാട് ഓരോ മാധ്യമ സ്ഥാപനവും ഓരോ രാഷ്ട്രീയ പാർട്ടിയും എടുക്കേണ്ടതുണ്ട്. നിലപാട് വളരെ ലളിതമാണ്. അത് ഗവർണർ അവിടെ പോകുന്നുവോ, അവിടുത്തെ മിഠായി തെരുവിലെ ആലുവയ്ക്ക് രുചിയുണ്ടോ എന്നുള്ളതുമല്ല പ്രശ്നം. ഗവർണറുടെ അധികാരം ഉപയോഗപ്പെടുത്തി ജനാധിപത്യ വിരുദ്ധമായി കേരളത്തിലെ സർവകലാശാലകളിലെ സെനറ്റുകളിലേക്ക് ആളെ നിയമിക്കുന്നത് അങ്ങേയറ്റത്തെ തെറ്റാണ്. ഇതാണ് ഞങ്ങളുടെ നിലപാട്. അതിൽ ഓരോ മാധ്യമ സ്ഥാപനത്തിനൊരു നിലപാട് വേണം. അത് ശരിയാണോ, അത് ഡെമോക്രാറ്റിക് ആണോ എന്ന്. ഇനി അങ്ങ് പറഞ്ഞു ഈ നിങ്ങൾക്കൊരു നിലപാടുണ്ട്, അത് എഡിറ്റോറിയലിലെ നിലപാട്. അങ്ങ് എണ്ണി പറഞ്ഞു. ആ നിലപാടിനെ ടോർപ്പട ചെയ്യാൻ കഴിയുന്ന വിത്തുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് നിങ്ങൾ ആത്മപരിശോധന നടത്തിയാൽ മതി. എന്റെ ഭാഗം കഴിഞ്ഞു, ഇനി അതിലേക്ക് പോകുന്നില്ല. ഇനി അങ്ങേക്ക് പറയാം. ഞാൻ ഗോപാലകൃഷ്ണനിലേക്ക് പോവാം. ശരി, വിഷയത്തിലേക്ക് വരൂ. ഇനി ശരി, ഞാൻ അടുത്ത ഇവിടെ ഇപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണനേക്ക് ഒരു നിലവാരം താഴ്ന്നു നോക്കി. ഗോപാലകൃഷ്ണനൊക്കെ അവസാനം നമ്മൾ സംസാരിക്കേണ്ട സർവകലാശാലകളിലെ ഗൗരവ സ്വഭാവമുള്ള റിക്രൂട്ട്മെൻറ്റ്, ആ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് ഗവർണറുടെ RSSൻ്റെ നീക്കങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യേണ്ട സ്ഥലത്ത് അദ്ദേഹം പറയുന്നത് ജട്ടിയെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആകുലത. ഇത് ജട്ടിയല്ല ഇവിടുത്തെ പ്രശ്നം, മനസ്സിലായല്ലേ? ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നം സർവകലാശാലകൾക്കകത്ത് പറയട്ടെ, അങ്ങനെ ഇടപെടണ്ട, അങ്ങ് വെയിറ്റ് ചെയ്യൂ. സർവകലാശാലകൾക്ക് അല്ല, ഞാൻ പറയട്ടെ, RSSന്റെ നോമിനികളെ ഗവർണറെ ഉപയോഗപ്പെടുത്തി തിരികെ കയറ്റുന്നു. ഞാനത് വളരെ വിശദമായി എൻ്റെ പാർട്ടിയുടെ നിലപാട് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളം പിടിക്കാൻ RSSനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ ഗവർണർക്കൊരു റോളുണ്ട്. എന്താണ് ഗവർണർ റോൾ? ചാൻസലറാണ്. വർഷങ്ങളായി നമ്മുടെ ഗവർണർ എന്ന് പറഞ്ഞാൽ ചാൻസലറാണ്. അപ്പോൾ ആ ചാൻസലറായ ഗവർണർ ഉപയോഗപ്പെടുത്തി അധികാര ദുർവിനിയോഗം നടത്തുകയാണ്. കേരള സർവകലാശാലയിലും കാലിക്കറ്റ് സർവകലാശാലയിലും RSSന്റെ നോമിനികളെ നിയമവിരുദ്ധമായി, ജനാധിപത്യ വിരുദ്ധമായി അദ്ദേഹം ഏകപക്ഷീയമായി നോമിനേറ്റ് ചെയ്യുന്നു. ഞങ്ങൾ ആദ്യം മുതൽ ഉന്നയിക്കുന്ന ചോദ്യമുണ്ട്, ആ പേരുകൾ അങ്ങേക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? എന്താണ് മാനദണ്ഡം? യുക്തിസഹമായൊരു വിശദീകരണം ഗവർണറോ അദ്ദേഹത്തിൻ്റെ ഓഫീസോ ഈ നിമിഷം വരെ ചെയ്തിട്ടില്ല. അപ്പോൾ കേരളത്തിൽ സംഘപരിവാറിനൊരു പദ്ധതിയുണ്ട്. അത് കേരളം പിടിക്കാനുള്ള പദ്ധതിയാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഇനം സർവകലാശാലകളെ കീഴടക്കുക എന്നുള്ളതാണ്, സർവകലാശാലകളെ വർഗീയവൽക്കരിക്കുക എന്നുള്ളതാണ്. അതിന് ഗവർണറുടെ പദവി, ചാൻസലർ പദവി ദുരുപയോഗം ചെയ്യുകയാണ്. ഇതാണ് ഇവിടുത്തെ കോർ ഇഷ്യൂ. അതിനെ എതിർക്കാൻ SFI മാത്രമേ കലാലയങ്ങളിലുള്ളൂ. അതിനെ എതിർക്കാൻ തെരുവിൽ DYFIയും എതിർത്ത് പറയാൻ ഇടതുപക്ഷ സംഘടനകളും മാത്രമേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ റോൾ ഇതിലെവിടെ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. അതിലേക്ക് വരാം. ഞാൻ ശ്രീ ഗോപാലകൃഷ്ണൻ മറുപടിയായി പറയുന്നു, അതുയർത്തിക്കൊണ്ട് ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ജട്ടിയുണ്ടോ ഇല്ലയോ എന്നല്ല ചർച്ച ചെയ്യേണ്ടത്, മറുപടി പറയേണ്ടത്. ജട്ടിയുടെ നിറവും ഇവിടെ വന്ന് ചർച്ച ചെയ്തിട്ട് പോകണ്ട, നിങ്ങളുടെ അടിവസ്ത്രത്തിൻ്റെ നിറവും പറയണ്ട. നിങ്ങൾ ഇതിന് മറുപടി അങ്ങോട്ട് പറഞ്ഞാൽ മതി. മാന്യതയുണ്ടെങ്കിൽ, രാഷ്ട്രീയം പറയാനാണ് വന്നിരിക്കുന്നതെങ്കിൽ ജട്ടിക്കഥയല്ല പറയേണ്ടത്. നിങ്ങൾ പറയേണ്ടത് ഇതിന് യുക്തിസഹമായൊരു വിശദീകരണം പറ. ഈ ചോദ്യം ഗവർണർ സമക്ഷം നേരിട്ട് ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു. എന്തായിരുന്നു ശ്രീ ഗവർണറുടെ മറുപടി? അതിൽ എനിക്ക് തോന്നിയത് ഞാൻ ചെയ്തു,
നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, ഞാൻ രാഷ്ട്രപതിയോട് മാത്രമാണ് ആൻസറബിൾ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഞങ്ങൾ ചോദിക്കുന്നത് ലളിതമല്ലേ? പട്ടാമ്പി കോളേജിലെ ABVPയുടെ യൂണിറ്റ് പ്രസിഡന്റ് അങ്ങേക്ക് ആരാണ് സാർ തന്നത്? ഗുരുവായൂരപ്പൻ കോളേജിലെ ABVPയുടെ യൂണിറ്റ് പ്രസിഡന്റ് പേര് അങ്ങേക്ക് ആരാണ് തന്നത്? കേരള സർവകലാശാലയിലെ കലാപ്രതിഭ, ഔട്ട്സ്റ്റാൻഡിംഗ് എബിലിറ്റിയുള്ള വിദ്യാർത്ഥി എന്ന പട്ടികയിൽ തന്ന കലാപ്രതിഭയായിരുന്നയാളിൻ്റെ പേര് വെട്ടി പകരം കേരള നടനത്തിൽ മത്സരിച്ച പന്തളം NSS കോളേജിലെ ABVP വിദ്യാർത്ഥിനിയുടെ പേര് ആരാണ് അങ്ങേക്ക് തന്നത്? യോഗ്യയായ ആളെ വെട്ടിയിട്ട് പകരം RSSകാർ കൊലപ്പെടുത്തിയ ഒരു CPIMന്റെ പ്രവർത്തകൻ, അതിലെ ഇര CPIMന്റെ പ്രവർത്തകൻ, പറയട്ടെ, കൊലപാതകിയായ ജയിലിൽ കഴിയുന്ന RSSകാരൻ്റെ ഭാര്യയ്ക്ക് എങ്ങനെയാണ് സെനറ്റിലേക്ക് കൊടുത്തത്? ആരാണ് നിങ്ങൾക്ക് ആ പേര് തന്നത്? ഇതാണ് ചോദിച്ചത്. അതിൽ യുക്തിസഹമായ മറുപടി ഗവർണർക്കുണ്ടോ ഗോപാലകൃഷ്ണനുണ്ടോ? അല്ലാതെ ഗോപാലകൃഷ്ണൻ ജട്ടിയുടെ നിറം പറയാൻ വേണ്ടി ഇവിടെ വന്നിരിക്കണ്ട. ഗോപാലകൃഷ്ണൻ ഇതിന്മേൽ അഭിപ്രായം പറ. ഉണ്ടോ? ഒരു മറുപടിയില്ല. ഇനി അടുത്തൊരു ചോദ്യം ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയോട്. കോൺഗ്രസിന്റെ പ്രതിനിധി അടുത്ത് പറയാൻ പോവാണല്ലോ. ഒരു ചോദ്യം. ഇവിടെ കാലിക്കട്ടിൽ, കേരളയിൽ ഞാൻ എണ്ണി പറയും, ഈ രണ്ടിടത്തും RSSന്റെ നോമിനികളെയാണ് ശുപാർശ ചെയ്ത് ഗവർണർ വച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ ഈ ചോദ്യം അങ്ങോട്ട് ചോദിച്ചെങ്കിലും ഇതെവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ ഗവർണർക്ക് RSS കൊടുത്തു, ഗവർണർ അത് നിയമിച്ചു. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം, അത് ഉറപ്പാണല്ലോ. ഞാൻ KP നൗഷാദ് അലിയോട് ചോദിക്കുന്നു, കോൺഗ്രസ്സുകാരുടെ പേരെങ്ങനെയാണ് ഈ RSSകാരുടെ കൂട്ടത്തിൽ ഗവർണറുടെ പട്ടികയിൽ വന്നത്? ആ പേര് ആരാണ് കൊണ്ടു കൊടുത്തത്? നിങ്ങളും അവരും തമ്മിൽ എന്താണ് ഇടപാട്? ഏത് ആണ് ആ ഇടനാഴി? ഒന്ന് പറയണം കേരളത്തോട്. കാലിക്കറ്റ് സർവകലാശാലയിൽ RSSകാരായ ഗവർണറുടെ നോമിനികൾക്കൊപ്പം എങ്ങനെ കോൺഗ്രസ്സുകാരുടെ പേര് വന്നു? അപ്പം നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധമല്ലേ? ആ നീക്കുപോക്കിന്റെ ഭാഗമായിട്ടല്ലേ KSC സമരത്തിന് ഇറങ്ങാത്തത്? അപ്പൊ കേരളം വർഗീയവൽക്കരിച്ചാലും കുഴപ്പമില്ല, RSS പിടിച്ചാലും കുഴപ്പമില്ല, എന്താ സർവകലാശാലകളെ RSS കീഴടക്കിയാലും കുഴപ്പമില്ല, കാവ്യവൽക്കരിച്ചാലും കുഴപ്പമില്ല. ഒരു അല്പം 4, 2, 3 എല്ലിൻ കഷണങ്ങൾ കിട്ടിയാൽ, കടിച്ചിട്ട് നക്കിത്തുപ്പി താഴേക്കിട്ട് തരുന്ന എല്ലിൻ കഷ്ണങ്ങൾ കിട്ടിയാൽ ഞങ്ങൾ അതുകൊണ്ട് സേഫാണ്, ഞങ്ങൾ അങ്ങ് കീഴടങ്ങിക്കൊള്ളാം എന്ന് കോൺഗ്രസ് കരുതിയോ? കോൺഗ്രസും BJP തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ തെളിവല്ലേ ഇത്? ശരി, അതാണല്ലോ ചോദ്യം. ഓക്കെ, ഇനി കോൺഗ്രസ് മറുപടി പറയട്ടെ. നോക്കൂ, ഇവിടെ ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഈ ഗുരുതരമായ വിഷയത്തിൽ കോൺഗ്രസിന് ഒരു കൺസേണും ഇല്ലേ ശ്രീ KP നൗഷാദ് അലി? ഇപ്പോഴത്തെ നിലയിൽ പത്രത്തിൽ വന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ ഈ കേരള സർവകലാശാലയിലെ 17 നോമിനേറ്റഡ് സെനറ്റ് അംഗങ്ങളുടെ പട്ടിക തീരുമാനിക്കുന്നത് BJP ഓഫീസിൽ നിന്ന് കൊടുത്ത കടലാസ് അതേപടി എടുത്തിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് പത്രത്തിലൊക്കെ കണ്ടത്. 17-ൽ 15 പേരും BJP ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ, അല്ലെങ്കിൽ അവർ നിർദ്ദേശിച്ച ആളുകൾ. ഇലക്ഷനിലൂടെ വരികയല്ല. അപ്പൊ സെനറ്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികൾക്കും മത്സരിക്കാം, ഓരോ മണ്ഡലത്തിലേക്കും തെരഞ്ഞെടുപ്പുണ്ട്. അങ്ങനെ വരികയല്ല, മറിച്ച് ഈ തരുണത്തിൽ നോമിനേഷൻ വഴി വരികയാണ്. ആ നോമിനേഷൻ വഴി വരേണ്ട ആളുകൾ എന്ന് പറയുന്നത് ഏറ്റവും ഇംപെക്കബിൾ ആയ റെക്കോർഡ്സ് ഉള്ള, ഏറ്റവും ഓരോ മേഖലയിലും എക്സൽ ചെയ്തിട്ടുള്ള ആളുകൾ വരേണ്ട വഴിയിലൂടെ രാഷ്ട്രീയക്കാർ വരികയാണ്. അങ്ങനെ വരുമ്പോൾ നോക്കൂ, ഒരു പക്ഷേ കേരള സിൻഡിക്കേറ്റിൽ 2 പ്രാതിനിധ്യം വരെ BJPക്ക് കിട്ടാം, കാലിക്കറ്റിൽ 1 കിട്ടാം. സിൻഡിക്കേറ്റുകളിലേക്ക്, അതായത് സർവകലാശാലകളുടെ ഭരണത്തിലേക്ക് BJPക്കാർ വരുന്നു എന്നുള്ളത് അതിനെന്താ വന്നോട്ടെ, നല്ലതല്ലേ എന്നുള്ള സമീപനത്തിലാണോ കോൺഗ്രസ് കാണുന്നത്? ഞാൻ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് അഭിലാഷിൻ്റെ ഈ ക്യാപ്ഷൻ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു നിരീക്ഷണം പറഞ്ഞിട്ട് ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അഭിലാഷ്, ഈ ദേവാസുരം എന്ന സിനിമയിൽ ഈ രേവതിയെ വലിയൊരു പടക്കക്കൂടിനകത്ത് കൊണ്ട് ഇരുത്തിയിട്ട് മോഹൻലാലിനെ നെപ്പോളിയൻ മർദ്ദിച്ച് അവശനാക്കുന്ന ഒരു സീനുണ്ട് ആദ്യഘട്ടത്തിലുടനീളം. അതുപോലെയാണ് SFIയുടെ സമരം കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നത്. SFIക്കാരൻ്റെ ഒരു രോമകൂപത്തിൽ പോലും തൊടുകയില്ല എന്ന് ഉറപ്പുള്ള പോലീസിൻ്റെ മുമ്പിൽ വെച്ച് ഇവന്മാർ കാട്ടിക്കൂട്ടുന്ന ഒരു ആഭാസ പ്രകടനം എന്നതിൻ്റെ അപ്പുറത്ത് ആ സമരത്തെ വിശേഷിപ്പിക്കാൻ കഴിയുമോ? ഒരു വനിതാ സഖാവിനെ നോക്കി നിനക്ക് ഞാൻ വയറ്റിലുണ്ടാക്കി തരും എന്ന് പറഞ്ഞ നികൃഷ്ടനായ ഒരുത്തൻ, ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ആ വാദിയുടെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കിയ ഒരുത്തൻ, അവൻ മുണ്ടിൽ നിന്ന് വിടടാ പന്നി എന്ന് ഒരു പോലീസുകാരൻ്റെ മുഖത്തോക്കി പറഞ്ഞപ്പോൾ ഇപ്പുറത്തൊരു DYSP റാങ്കുള്ള ആഫീസർ അവൻ്റെ മുന്നിൽ കെഞ്ചി കരയുകയാണ്. ഈ ആഫീസർക്കൊക്കെ പാതി മീശയും പഠിച്ച് വാസക്ടമി സർജറിക്കും വിധേയനായി വല്ല രാമേശ്വരത്തും പോയി ക്ഷൗരപ്പണി എടുത്തുകൂടെ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെയുള്ള കൂപമണ്ഡൂകങ്ങൾ, നിർഗുണ പരബ്രഹ്മങ്ങൾ, ചരിത്രത്തിൽ കേരള പോലീസ് അഭിലാഷ ഒരു നിമിഷം, ചെയ്യുന്നവർ അത്ര മോശമാണോ?
ഈ ക്ഷൗര ബാർബർ അങ്ങനെ ഇടപെടാൻ പറ്റില്ല. അങ്ങനെ ഇടപെടാൻ പറ്റില്ല. അഭിലാഷ് അങ്ങനെ ഇടപെടാൻ പറ്റില്ല. അങ്ങനെ ഇടപെടാൻ പറ്റില്ല. അങ്ങനെ ഇടപെടാൻ പറ്റില്ല. പൊളിറ്റിക്കലി താങ്കളിൽ നിന്നുണ്ടായി, അത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. താങ്കളെ സുന്ദരനാക്കി ഒരു ക്ഷൗരനാണ്, ബാർബറാണ്. താങ്കളെ സുന്ദരനാക്കി ക്ഷൗരപ്പണിയുന്ന ബാർബറല്ലേ? എന്താ ആ ജോലിക്ക് കുഴപ്പം? എന്താ ആ ജോലിക്ക് കുഴപ്പം? എന്താ ആ ജോലിക്ക് കുഴപ്പം? എന്താ ആ ജോലിക്ക് കുഴപ്പം? അത് പറഞ്ഞു മാറ്റണ്ട. നിങ്ങളുടെ ബാർബർ പണി എടുക്കുന്നവരോടൊക്കെ പരമപുച്ഛാണ് അല്ലേ? നിങ്ങളെ എന്റെ എന്റെ ഊഴത്തിൽ നിങ്ങൾ ഇടപെടണ്ട. ഞാൻ പറയാം അഭിലാഷേ, ഇനി അഭിലാഷ് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ. അഭിലാഷേ, ഇവിടെ കാലിക്കറ്റ് സർവകലാശാലയിലെ 18 അംഗ സെനറ്റ് മെമ്പർമാരുടെ പട്ടിക ഗവർണർ കൊടുത്തതിൽ മടപ്പള്ളി കോളേജിലെ SFIക്കാരുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ SFIക്കാരുണ്ട്. ഇതാരാ? SFIക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കൊടുത്ത പേരിനനുസരിച്ച് ഗവർണർ കൊടുത്തതാണോ? ഇവരെ തമ്മിൽ അതിന്റെ പേരിൽ അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരോപണം എന്താ SFIക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ബാധകമല്ലേ? ഇനി ഒറ്റക്കാരും കൂടി ഏതാ അഭിലാഷേ? ഇവിടെ 18 അംഗ സെനറ്റിന്റെ പട്ടിക ഗവർണർ പുറത്തുവിട്ടു എന്നാണല്ലോ പറയുന്നത്. അതിലെ മടപ്പള്ളി കോളേജിൽ SFIക്കാരിയുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ SFIക്കാരിയുണ്ട്. SFIക്കാരികളുടെ മാത്രം കഥ, SFIക്കാരുടെ മാത്രം കഥയാണ് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായ മറ്റെത്ര ആളുകളുണ്ട് എന്നുള്ളത് ഈ ചർച്ച തീരുന്നതിന് മുമ്പ് ആ പട്ടിക ഞാൻ നിങ്ങൾക്ക് തരാം. എന്താ അവിശുദ്ധ ബന്ധം? ഇവർ തമ്മിലല്ലേ? ഇനി ഒറ്റക്കാര്യം കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കണം അഭിലാഷേ. ഈ പറഞ്ഞ ഗവർണർക്ക് വേണ്ടി സകലമാന ഈ സംഘ് പരിവാർ അനുകൂല ഇടപെടലും നടത്തുന്ന ഗവർണറുടെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്. അദ്ദേഹത്തെ നിയമിക്കുന്ന കാലത്ത് UDF പറഞ്ഞതാണ് ആ നിയമനത്തിന് അംഗീകാരം കൊടുക്കരുത് എന്ന്. അതിന് അംഗീകാരം കൊടുത്ത പിണറായി വിജയന്റെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. പൗരത്വ വിഷയത്തിന്റെ കാലത്ത് ഈ ഗവർണറെ പുറത്താക്കണമെന്ന് പറഞ്ഞ് UDF പ്രമേയം കൊണ്ടുവന്നതാണ്. ആ പ്രമേയത്തിന് അവതരണാനുമതി പോലും നിഷേധിച്ചവരാണ് അന്നത്തെ LDF ഒന്നാം പിണറായി സർക്കാർ. കണ്ണൂർ വാഴ്സിറ്റിയിൽ സവർക്കറെ, ഗോൾവൽക്കറെ, ഹെഗഡേവാറിനെ, ശ്യാമപ്രസാദ് മുഖർജിയെ, ബൽറാം മദേക്കിനെ, നാനാജി ദേശ്മുഖിനെയൊക്കെ പഠിപ്പിക്കണമെന്ന് വൈസ് ചാൻസലർ പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തവരാണ് SFIക്കാർ. ആ വൈസ് ചാൻസലറെ കൃത്രിമമായി നിയമം തെറ്റിച്ച് നിയമിച്ചത് ഈ പറഞ്ഞ മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഗവർണറും ചേർന്നാണ് എന്ന് ഇവിടുത്തെ സുപ്രീം കോടതി വിധിച്ചു. സുപ്രീം കോടതി പറഞ്ഞത് ഇതിന്റെ അധികാരി ഗവർണറാണ്. അദ്ദേഹം കൃത്യമായി സ്വജനപക്ഷപാതമുണ്ട്. എന്താ സുപ്രീം കോടതി ഗോപിനാഥ് രവീന്ദ്രന്റെ ക്വാളിഫിക്കേഷന്റെ കാര്യത്തിലോ അദ്ദേഹം വീണ്ടും നിയമിതമാകുന്ന കാര്യത്തിലോ ഏതെങ്കിലും നിയമപ്രശ്നം ചൂണ്ടിക്കാണിച്ചിട്ടില്ല. മറിച്ച് അത് നിയമിക്കേണ്ട ആൾ അക്കാര്യത്തിലെ അതോറിറ്റി ചാൻസലറാണ്. ആ ചാൻസലറുടെ യഥാർത്ഥത്തിലുള്ള വിൽ അല്ല അവിടെ പ്രവർത്തിച്ചത് എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനത്തിലോ ഗോപിനാഥ് രവീന്ദ്രനോ എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടല്ല ആ നിയമനം റദ്ദാക്കപ്പെട്ടത്. തീർച്ചയായിട്ടും ഏതായാലും അഭിലാഷ ആ നിയമനം മാതൃകാപരമായ ഒരു കാര്യമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലല്ലോ. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രിയുമാണ് അതിന് ഉത്തരവാദി എന്നുള്ള കാര്യത്തിൽ ആർക്കാ തർക്കം? ഇവിടെ ആര് തമ്മിലായി ഇവിടെ രഹസ്യധാരണയുള്ളത്? CPM-ഉം ഗവർണറും തമ്മിൽ എല്ലാ കാലത്തും രഹസ്യധാരണ. ഈ പറയുന്ന സമയത്ത് 7 ലക്ഷം രൂപ ക്രിസ്മസ് ആഘോഷിക്കാൻ അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്തവരാണ് CPM-ന്റെ സർക്കാർ. ഈ ഗവർണറുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ചേർന്ന് നീങ്ങുന്നവരാണ് അവര്. ഇവിടെ നവകേരള യാത്ര ഒരു ഗുണ്ടാ യാത്രയായി, ക്രിമിനൽ യാത്രയായി, ആളുകളെ മർദ്ദിച്ച് ഗുണ്ടകൾ പരസ്യമായി അനാവൃതമായപ്പോ അപ്പോഴാണ് ഈ പറഞ്ഞ ഗവർണറും മുഖ്യമന്ത്രിയും ഗവർണറും CPM-ഉം തമ്മിലുള്ള സംഘർഷം തുടങ്ങുന്നത്. ഇവരൊക്കെ ചങ്ങായിമാരാണ്. ഇനി ഒറ്റക്കാര്യം കൂടെ അഭിലാഷ, കേരളത്തിൽ സംഘപരിവാർ വൽക്കരണം ഉണ്ടാകണമെങ്കിൽ അതിന് മുന്നണി രാഷ്ട്രീയം നശിക്കണം, അതിന് മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരണമെന്ന് BJP ആഗ്രഹിക്കുന്നു. ഇവര് തമ്മിലാണ് എല്ലാ കാലത്തും അവിശുദ്ധ ബന്ധം. BJP-യുടെ രഹസ്യ അജണ്ടയുടെ ഗുണഭോക്താക്കൾ CPM-ഉം പിണറായി വിജയനുമാണ്. അതറിയാത്ത ഒരു ജനാധിപത്യ വിശ്വാസിയും കേരളത്തിലില്ല. അല്ലാതെ ഇത്തരം നാടകങ്ങൾ നടത്തി ചാനലിൽ വന്നിരുന്ന വാചാടോപം നടത്തിയൊന്നുകൊണ്ടൊന്നും യാഥാർത്ഥ്യമില്ലാതാവില്ല അഭിലാഷ്. ശരി, ഓക്കെ. ശ്രീ B. ഗോപാലകൃഷ്ണൻ, ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയം എന്തിന് SFI ചാൻസലർക്കെതിരെ സമരം ചെയ്യുന്നു? ഗവർണർക്കെതിരെയല്ല, ചാൻസലർക്കെതിരെയാണ് സമരം. ചാൻസലറായി ഗവർണർ വരുന്നത് കേരള നിയമസഭ പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, വിവിധ സർവകലാശാല നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അദ്ദേഹം ആ ചാൻസലർ പദവിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന കടലാസ് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. അങ്ങനെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് നോമിനേറ്റ് ചെയ്യേണ്ട ഇടങ്ങളിൽ
രാഷ്ട്രീയ താല്പര്യം മാത്രം പരിഗണിച്ചുള്ള നോമിനേഷൻ നടക്കുന്നു. അതുവഴി നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ കയറിപ്പറ്റുന്നു എന്നുള്ളതാണ് SFIയുടെയും CPMന്റെയും പരാതി. ഞാൻ അഭിലാഷ് ചോദിച്ചതിന് ഉത്തരം പറയാം. അതിനു മുമ്പ് എൻ്റെ സുഹൃത്ത് അദ്ദേഹം ഞാൻ ജെട്ടിയെക്കുറിച്ച് പറഞ്ഞതിന് വല്ലാത്ത വിഷമം പറഞ്ഞു. അത് ജെട്ടിയെക്കുറിച്ച് ജെട്ടി ഇടാത്തവർക്ക് വിഷമമുണ്ടാവും. ഞാൻ ജെട്ടി ഇടുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമില്ല. പിന്നെ സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നത് ഇപ്പോൾ നാട്ടുകാർ വിളിക്കുന്നത് ജെട്ടി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ്. അതുകൊണ്ട് അത് കേൾക്കുമ്പം ജെട്ടി നിൽക്കുമ്പോൾ വിഷമമുണ്ടാവും. എന്നോട് ചോദിച്ചതിനെ എനിക്ക് ഉത്തരം പറയാൻ പറ്റും. അദ്ദേഹം എന്നോട് ചോദിച്ചത് നേരത്തെ ചിരിയുടെ കാര്യമാണ്. അപ്പം ഞാൻ അതിന് ഉത്തരം പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു കൃത്യമായിട്ട്, ഞാൻ അതിന് ഉത്തരം പറയാം. പക്ഷേ ഒരു കാര്യം അതിനു മുമ്പ് പറയാനുള്ളത്, ഗവർണറെ വെച്ച് RSSും BJPയും വളർത്താനാണ് കേരളത്തിൽ ശ്രമം. എൻ്റെ സുഹൃത്തെ റഹീമെ, UPയിൽ BJP വളർന്നതും RSS വളർന്നതും, ഡൽഹിയിൽ വളർന്നത്, ഇന്ത്യ മുഴുവൻ വളർന്നത് ഗവർണറെ വെച്ചിട്ടാണോ? ഞങ്ങൾക്ക് ഈ ഗവർണറൊക്കെ ഉണ്ടായത് എന്നാ സാർ? 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് 5 വർഷം. അതിനു മുമ്പ് അടൽ ബിഹാരി വാജ്പേയി വന്നപ്പോൾ 10-13 ഘടകകക്ഷികളുമായിട്ടാണ് വന്നത്. അന്ന് അവരുടെയൊക്കെ ഗവർണർമാരുണ്ടായിരുന്നു. ഞങ്ങൾ ഈ 2014 സ്വന്തമായിട്ട് ഏറ്റവും കൂടുതൽ അംഗസംഖ്യയോടുകൂടി വന്നത്. ഞങ്ങൾ വളർന്നത് ഗവർണറെ വെച്ചിട്ടാണോ ഇന്ത്യയിൽ? എന്തൊരു കഷ്ടമാണ്. നിങ്ങളൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയല്ലേ? ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മഹാപ്രസ്ഥാനം, ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന, ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സംഘടന, ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സംഘടന, അതാണ് RSS. ആ RSS ഈ ഇന്ത്യ മുഴുവൻ നിറഞ്ഞ് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ഒരു ഗവർണറുടെയും പിന്തുണയോടെ അല്ല. ഞങ്ങൾ അധ്വാനിച്ച് ജനഹൃദയങ്ങൾ കീഴടക്കിയിട്ട, നിങ്ങളെപ്പോലെ പോലീസുകാരുടെ താരാട്ട് പാടിയിട്ടല്ല. അടിയന്തരാവസ്ഥ കാലത്തും അല്ലാത്ത സമയത്തും അതിനപ്പുറത്തുള്ള കാലത്തും ജീവൻ കൊടുത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ട, ഈ നാടിൻ്റെ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും വേണ്ടി പോരാടിയിട്ട, നിങ്ങൾ എതിർക്കുന്ന സവർക്കറടക്കമുള്ള ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ദേശഭക്തിയുടെ, ദേശീയതയുടെ വികാരോജ്വലമായ വികാരം ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉയർത്തിക്കൊണ്ട ഞങ്ങൾ വളർന്നത്. അല്ലാതെ ഗവർണർ വളർത്തിയതല്ല. മൂന്നാമത്തെ കാര്യമാണ് താങ്കൾ ചോദിച്ചത്. ഉത്തരം പറയൂ, എന്തിനാണ് ഗവർണർ SFI എതിർക്കുന്നു? അതിൻ്റെ കാരണമാണല്ലോ പറഞ്ഞത്. ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കാന്ന്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടതാണല്ലോ. ഞാൻ എൻ്റെ ചോദ്യം ചോദിക്കാം. ഗവർണർ എപ്പോഴാണ് എതിർത്തത്? ഗവർണർ എതിർത്തത് പ്രധാനപ്പെട്ട വിഷയം എന്താ? AKG സെൻറ്ററിൽ അടിച്ചു തള്ളിക്കാരനും പിണറായി വിജയൻ എഴുതി കൊടുക്കുന്ന ആളുകളെയും വൈസ് ചാൻസലർ ആക്കിയപ്പോൾ അദ്ദേഹം എതിർത്തു. നിങ്ങളുടെ മന്ത്രിമാരുടെ ഭാര്യയെ പിൻവാതിലൂടെ കയറ്റിയപ്പോൾ ഈ അഭിലാഷ് മോഹൻ അടക്കമുള്ള ആളുകൾ ഈ നാട്ടിൽ ഈ മാതൃഭൂമിയിൽ ചർച്ച നടത്തിയ കാര്യം ഞാൻ പറയുന്നത്. നിങ്ങളുടെ മന്ത്രിമാരുടെ ഭാര്യമാരെ പിന്നിൽ കൂടെ കയറ്റിയപ്പോൾ, അധികാര സ്ഥാനങ്ങളിൽ കയറ്റിയപ്പോൾ ഈ ഗവർണർ എതിർത്തു. PSCയിൽ ഇവിടെ അത്താഴം കഴിക്കാൻ പണമില്ല, നിങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ പണമില്ല, നാട്ടിലെ ജനങ്ങൾ തെണ്ടുക. ഈ മധ്യപ്രദേശ് UP പോലെയുള്ള സംസ്ഥാനങ്ങളിൽ PSC അംഗങ്ങൾ കേവലം 3, ഇവിടെ PSC അംഗങ്ങൾ 13. ഓരോ MLAമാരുടെയും PMR 2 വർഷം കഴിഞ്ഞാൽ പെൻഷൻ മേടിക്കാം. 40,000-50,000. അതിലേക്ക് വരൂ. ഒരുപാട് എൻ്റെ ചോദ്യം, ഞാൻ ആ ചോദ്യത്തില് അല്ല, കാടൊന്നും അല്ലെന്ന്. എന്തിനാണ് ഗവർണർ വരും തമ്മിൽ സംഘർഷം ഉണ്ടായെന്നല്ലേ ഇപ്പോഴത്തെ പ്രശ്നം? ഗവർണർ സെനറ്റിലേക്ക് നടത്തിയിട്ടുള്ള നോമിനേഷൻ ആണല്ലോ. അതിലേക്ക് വരൂ. അതിന്റെ മാനദണ്ഡം അങ്ങ് വിശദീകരിച്ചാൽ മതി. അല്ല, ഒരു മിനിറ്റ്. ഈ സെനറ്റിലേക്ക് നടത്തിയ ആ സെലക്ഷൻ ഒന്നും അല്ലാന്ന്. ഇതിന്റെ പിന്നിൽ പിണറായി വിജയന്റെ കൃത്യമായിട്ടുള്ള ലക്ഷ്യമാണ്. ഈ കാരണം കീഴടങ്ങുന്ന ഗവർണർ, മിണ്ടാതിരിക്കുന്ന ഗവർണർ, ഇങ്ങനെ 2 ഗവർണർമാരെ മാത്രമേ പിണറായി വിജയൻ കണ്ടുള്ളൂ. പുലിയായിട്ട് ചീറ്റിയെടുത്ത് തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന ഗവർണർമാരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഗവർണർ ഉത്തർപ്രദേശിൽ നിന്ന് വന്നു. അപ്പോൾ പിണറായി വിജയന് സഹിക്കണില്ല. അപ്പോൾ സെനറ്റിൻ്റെ കാര്യം പറഞ്ഞ് രംഗത്ത് വന്നു. അങ്ങനെയാണെങ്കിൽ സെനറ്റിൽ നേരത്തെ കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞില്ലേ എത്ര പേര് SFIക്കാരുണ്ട്? ഞാൻ ചോദിക്കട്ടെന്ന്. ഈ കേരളത്തിലെ സംഗീത നാടക അക്കാദമി അടക്കം, സാംസ്കാരിക കേന്ദ്രങ്ങൾ അടക്കം ഈ എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും CPMന്റെ പ്രതിനിധികളല്ലേ കയറിയിരിക്കുന്നത്? പേര് വേണം.
ശ്രീ ഗോപാലകൃഷ്ണൻ നോക്കൂ, ഇവിടെ നമ്മൾ വളരെ വളരെ സ്പെസിഫിക് ആയിട്ട് യൂണിവേഴ്സിറ്റി സെനറ്റുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നോക്കൂ, വിദ്യാർത്ഥികൾക്ക് SFIക്കും KSUവിനും ABVPക്കും MSFനും ഒക്കെ സെനറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. വിദ്യാർത്ഥി യൂണിയൻ കൗൺസിലർമാരുടെ എണ്ണം അനുസരിച്ച് അവർ ജയിക്കും. അപ്പോൾ SFIക്കാർ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ 10 സീറ്റ് അങ്ങനെ മത്സരം നടത്തി ജയിക്കേണ്ട സീറ്റുകളാണ്. ഇങ്ങനെ മത്സരം നടത്തി SFIക്കാരും KSUക്കാരും ABVPക്കാരും ഒക്കെ ജയിക്കാറുണ്ട്. അവർ സെനറ്റിൽ അംഗങ്ങളാകാറുണ്ട്. സിൻഡിക്കേറ്റിലേക്കും അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടാൽ പോകാറുണ്ട്. പ്രശ്നം എന്താ വെച്ചാൽ അങ്ങനെ അല്ലാതെ നോമിനേഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഇപ്പോൾ അക്കാദമിക മേഖലയിലാവട്ടെ അല്ലെങ്കിൽ കലാമേഖലയിലാവട്ടെ കായിക മേഖലയിലാവട്ടെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളെയാണ് യൂണിവേഴ്സിറ്റി നോമിനേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് പുറമെ. അപ്പോൾ അതിൽ ചിലപ്പോൾ റാങ്ക് ഹോൾഡർമാരുണ്ടാവും, കലാതിലകങ്ങളുണ്ടാവും, കായിക പ്രതിഭകളുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യേണ്ട ഇടത്ത് ABVPയുടെ യൂണിറ്റ് സെക്രട്ടറിയെയും മറ്റുള്ള ആളുകളെയും വെച്ചു എന്നുള്ളതാണ് പ്രശ്നം. അതല്ലാതെ ഇപ്പോൾ ABVPക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് യൂണിവേഴ്സിറ്റി സെനറ്റിൽ വരുന്നതിന് ഇപ്പൊ എന്താ തടസ്സം? ആരെങ്കിലും എതിർ പറയോ? ആരെങ്കിലും സമരം ചെയ്യോ അതിനെതിരെ? അതിനൊക്കെ വലിയ പ്രശ്നമല്ലേ? ഇവിടെ ആർക്കാണെന്ന് മത്സരിക്കാൻ പറ്റുക? ആർക്കാ മര്യാദക്ക് ക്യാമ്പസുകളിൽ പ്രവർത്തനം നടത്താൻ പറ്റുക? അതിനേക്കാൾ വലിയ പ്രശ്നമല്ലേ? വൈസ് ചാൻസലറായി ഇരിക്കേണ്ട റാങ്ക് ഹോൾഡർമാരെ നിങ്ങൾ പറഞ്ഞ അതേ മര്യാദ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. വൈസ് ചാൻസലർമായി ഇരിക്കേണ്ട, അധ്യാപകരായിട്ടിരിക്കേണ്ട, പ്രൊഫസർമാരായിട്ടിരിക്കേണ്ട, കൃത്യമായ പ്രബന്ധങ്ങൾ കൊടുത്ത് ഡോക്ടറേറ്റിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ റാങ്ക് നേടിയ ആളുകളെ മുഴുവനും അടിച്ചു പുറത്താക്കിയിട്ട് AKG സെന്ററിൽ അടിച്ചു വരുന്നവരെ കയറ്റിയിരുത്തുമ്പോൾ അത് ചോദ്യം ചെയ്തു ഗവർണർ. അല്ല, അങ്ങനെ നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരിൽ ഒരാളായ ആ നിലയ്ക്ക് റെക്കോർഡുള്ള ഒരാളല്ലേ ഗോപിനാഥ് രവീന്ദ്രൻ? അല്ലല്ലോ കേരളത്തിൽ നിങ്ങൾ എത്ര ചർച്ച നടത്തിയിരിക്കുന്നു? ഒരു ദിവസം കൊണ്ട് രവീന്ദ്രൻ മാത്രമാണോ? അല്ല, എത്ര ആളുകൾക്ക് ഞാൻ പറയണ്ട അവിടെ നിയമത്തിന്റെ വഴിയില്ലേ സാർ? ആ നിയമത്തിൽ അങ്ങനെ ഒരാളെ തെരഞ്ഞെടുത്താൽ തൊട്ടടുത്ത കണ്ടസ്റ്റന്റിന് നിയമപരമായി കോടതിയിൽ പോവാം. അതനുസരിച്ചുള്ള വിധി അതൊക്കെ കോടതികളിൽ ഇതിനോടകം തന്നെ ഒരുപാട് തവണ ചർച്ചയായി ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമായ കാര്യമല്ലേ? നമ്മളിപ്പോ ഈ പൊളിറ്റിക്കൽ വാട്ടർ ബോട്ടറിക്ക് അപ്പുറത്ത് ഒരു കാര്യം ചെയ്യും, അതൊക്കെ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമായ കാര്യമല്ല. എന്റെ ചോദ്യം സ്പെസിഫിക് ആണ്. ഈ സെനറ്റ് നോമിനേഷനെ ന്യായീകരിക്കാൻ അങ്ങേക്ക് എന്തെങ്കിലും വസ്തുത ഉണ്ടോ? ഞാന് നിങ്ങൾ പറഞ്ഞ അതേ വാദം വെച്ച് പറയാണ്. എല്ലാ കാര്യത്തിനും കോടതി ഉണ്ടല്ലോ. നോമിനേഷൻ നടത്തുന്നതിൽ, നോമിനേറ്റ് ചെയ്യുന്നതിൽ തെറ്റാണെങ്കിൽ കോടതി പോയി. വിദ്യാർത്ഥി മണ്ഡലത്തിലേക്കുള്ള സെനറ്റ് നോമിനേഷൻ കോടതി സ്റ്റേ ചെയ്തു. കോടതി പൊളിക്കാനല്ല പോണ്ടേ? കോടതി പോയല്ലോ. ആയിക്കോട്ടെ ഗവർണറെ കാർ തല്ലി പൊളിക്കാനാ, ഗവർണറുടെ കാർ തല്ലി പൊളിക്കാനല്ല പോകേണ്ടത്. ശരി, നിങ്ങൾ കോടതി പോയി ചോദ്യം ചെയ്ത് കോടതി എടുക്കുന്ന തീരുമാനത്തെ ഗവർണർ അംഗീകരിക്കുമല്ലോ. അല്ല, അങ്ങനെ കോടതി എടുക്കുന്ന തീരുമാനത്തെ ഗവർണർ പേടിപ്പിക്കാൻ പോവാ, ഓരോ അങ്ങനെ കോടതിയിലേക്ക് അയക്കേണ്ട കാര്യമുണ്ടോ? അവിടെ ഒരു ജനറൽ നോം വേണ്ടേ? എന്തായാലും കോടതിയിൽ പോകേണ്ടവരൊക്കെ പോയിട്ടുണ്ട്. നേരത്തെ ചോദിച്ചത് കോടതി എന്നല്ലേ? കോടതിയിൽ ഉത്തരവുണ്ടായിട്ടുണ്ട്. കോടതി നോമിനേഷൻ സ്റ്റേ ചെയ്ത സംഭവങ്ങളും ഉണ്ട്. കോടതി വരട്ടെ, ഉണ്ടായിക്കോട്ടെ, അത് വരട്ടെ. അതിനു മുമ്പ് നിങ്ങൾ എന്തിനാ ഈ റോഡിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ കാറ് തല്ലി പൊളിക്കാൻ പോകുന്നത്? അതിനു മുമ്പ് എന്തിനാ നിങ്ങൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള മുദ്രാവാക്യം എഴുതി സർവകലാശാലയിൽ അദ്ദേഹത്തെ ഏറ്റവും മൃഗീയമായ മോശമാക്കുന്ന തരത്തിൽ തെമ്മാടി എന്ന് വിളിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം നോക്കി നിൽക്കണോ? തെമ്മാടി കൂട്ടങ്ങളാണ് SFIക്കാർ. അവരെ ഇച്ഛാവരപ്പിക്കും അദ്ദേഹം, അതിൽ സംശയമൊന്നുമില്ല. ഒരു സംശയമില്ല, അത് ചെയ്യും. ഈ നാട്ടിലെ ജനങ്ങൾക്ക് അത് സന്തോഷ. ശരി, പറയൂ ഷിറഹീം മറുപടി പെട്ടെന്ന്. ഷിറഹീം, താങ്കൾ അവസരം കഴിഞ്ഞു, അടുത്ത റൗണ്ടിൽ വരാം. ഒരു സെക്കൻഡ്. ശരി ഷിറഹീം, ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭക്തരായ രണ്ടുപേർക്ക് ഞാൻ മറുപടി പറയണം. അപ്പോൾ അതുകൊണ്ട് 2 RSS ഭക്തർക്ക് മറുപടി പറയാനുള്ള മിനിമം സമയം തരണം. അതിലൊന്നാമത്തെ കാര്യം കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടാണ്. അങ്ങ് ഈ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് അങ്ങ് മാപ്പ് പറയണം, അങ്ങ് പിൻവലിക്കണം. എന്നോടുള്ള രാഷ്ട്രീയ ആരോപണം ഞാൻ മറുപടി പറയാം. പക്ഷേ ഈ ക്ഷൗരം ചെയ്യുക, ബാർബർ പണി ചെയ്യുക, ബ്യൂട്ടി പാർലർ പണിയെടുക്കുക, ബ്യൂട്ടി പാർലർ കോഴ്സ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ യൂത്തിൻ്റെ പുതിയ വലിയ സാധ്യതകളിലൊന്നാണ്. അഭിമാനത്തോടെ ആ ജോലി പരമ്പരാഗതമായി ചെയ്യുന്നവരും അല്ലാതെ ചെയ്യുന്നവരുമായ ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. അവരെ അപമാനിക്കുന്നത് ശരിയല്ല. അങ്ങയുടെ രാഷ്ട്രീയത്തിൻ്റെ പാപ്പരത്വം കൊണ്ടാണ് അങ്ങ് പറഞ്ഞത്. എങ്കിൽ അത് പിൻവലിക്കണം. പിൻവലിച്ചത് മാപ്പ് പറയണം. മാപ്പ് പറയാനുള്ള മാന്യതയും അഭിമാനവും അങ്ങ് കാണിക്കണം. രണ്ടാമതൊരു കാര്യം, ഇവിടെ പറഞ്ഞു എന്താണ് ഇതിനൊരു കോൺടെസ്റ്റ് ചെയ്യാൻ പറയാം. ഇവർ പറഞ്ഞ പല കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. അതിന് സമയം തരണം.
അതിലൊന്നാമത്തെ കാര്യം, എങ്ങനെയാണ് ഈ സർവകലാശാല സെനറ്റിലേക്ക് ആളെ നോമിനേറ്റ് ചെയ്യുന്നത്? എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ്? സർവകലാശാലകൾ ഒരു സ്വയംഭരണ ബോഡിയാണ്, നമ്പർ 1. നമ്പർ 2, സർവകലാശാലകളിൽ സമൂഹത്തിൻ്റെ ക്രോസ് സെക്ഷൻ ഉണ്ടാവണം. ചുമട്ടുതൊഴിലാളിയുടെ അവിടെയുണ്ട്, അതേസമയത്ത് തന്നെ അക്കാഡമീഷ്യന്മാരും ഉണ്ടാകും, വിദ്യാർത്ഥികളുടെ പ്രതിനിധി ഉണ്ടാകും. വിദ്യാർത്ഥികളുടെ പ്രതിനിധിയിൽ തന്നെ കലയിലും കായികത്തിലും സയൻസിലും ഹ്യൂമാനിറ്റീസിലുമെല്ലാം ഖ്യാതി നേടിയവരുണ്ടാകും. അങ്ങനെ എല്ലാവരും, ചുമട്ടുതൊഴിലാളി മുതൽ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ലൈബ്രറി പ്രവർത്തകർ, കവികൾ, മാധ്യമപ്രവർത്തകർ, ബിസിനസ്സുകാർ, സ്കൂളിലെ, ഇങ്ങനെ എല്ലാവരും ഉണ്ടാകും. സ്കൂളിലെ പ്രതിനിധികളുണ്ടാകും. ഇങ്ങനെയാണ് അതിൻ്റെ നമ്മുടെ സർവകലാശാലകളെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ പിന്നെ എങ്ങനെയാണ് ഈ നോമിനേഷൻ വരുന്നത്? അവിടെയാണ് പ്രേക്ഷകർ കേൾക്കേണ്ട ഗൗരവ സ്വഭാവമുള്ള കാര്യം. ഇത്തരത്തിലുള്ള ക്രൈറ്റീരിയയിലൂടെ, മത്സരങ്ങളിലൂടെ വരാൻ ശ്രമിക്കാതിരിക്കുന്ന എലഗൻ്റായ കുറേ പേരുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ രാജ്യസഭയിലേക്ക് വ്യത്യസ്ത മേഖലകളിലെ പ്രതിഭകളെ നോമിനേറ്റ് ചെയ്യാറുണ്ട്. അതുപോലൊരു കോൺസെപ്റ്റാണ് ഇവിടെ. അവർ മത്സരിക്കാനൊന്നും മുമ്പ് വന്നിരിക്കില്ല, അവർ അതിലൊന്നും താല്പര്യമുള്ളവരായിരിക്കില്ല, അത്തരം വ്യവഹാരങ്ങളിൽ ഏർപ്പെടാത്തവരായിരിക്കും. പക്ഷേ വളരെ എലഗൻ്റായ ആളുകൾ, അങ്ങനെയുള്ള പ്രതിഭാശാലികൾ കൂടി ഉണ്ടാകണം സെനറ്റിൽ. അവിടെയാണ് ഈ സെനറ്റ് നോമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വരുന്നത്. ആ നോമിനേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? ഇവിടെ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഒന്നും അറിയാത്ത ആളല്ല, കണ്ണടച്ചിട്ടാക്കാണ്. പുള്ളി എന്നോട് ചോദിക്കുകയാണ്, അവിടെ മട്ടന്നൂർ കോളേജിലെയും വേറൊരു കോളേജിലെ SFIക്കാരുണ്ടല്ലോ, അതെങ്ങനെ വന്നു എന്ന്. അത് വന്നു എങ്ങനെയെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. സർവകലാശാല സാധാരണഗതിയിൽ ഇതിനൊരു പെർഫോമ തയ്യാറാക്കി, ഇതിൽ എലഗൻ്റായ ആളുകൾക്ക്, ഔട്ട്സ്റ്റാൻഡിങ് എബിലിറ്റിയുള്ള ആളുകൾക്ക് താഴോട്ട് കടലാസ് കൊടുക്കും. ക്യാമ്പസിനകത്തുനിന്ന് വിദ്യാർത്ഥികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അതിൻ്റെ മാനദണ്ഡം എടുക്കും. കേരള സർവകലാശാല എടുത്തു വരുന്നൊരു മാനദണ്ഡം, കലാരംഗത്ത് നിന്ന് സാധാരണ മുൻകാലങ്ങളിൽ കലാപ്രതിഭയായിരുന്ന വിദ്യാർത്ഥി എടുക്കും. അപ്പോൾ കലാപ്രതിഭയായിരുന്നയാൾ പക്ഷേ ഇത്തവണ വേറൊരു സർവകലാശാലയിൽ വേറൊരു സ്ഥലത്ത് പഠിക്കാൻ പോയി, MG യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോയി, അയാൾ എടുക്കാനാവില്ല. പക്ഷേ ഇപ്പോൾ കലാപ്രതിഭയായ ആൾ PGക്കോ മറ്റോ നമ്മുടെ ക്യാമ്പസിൽ തന്നെ ചേർന്നിട്ടുണ്ടെങ്കിൽ അയാളെ ഇതിന് പരിഗണിക്കും, കലാതിലകത്തെ പരിഗണിക്കും. സ്പോർട്സിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയി എബിലിറ്റി നേടിയ നാഷണലിലെല്ലാം പങ്കെടുത്തവരെ എടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, കേരള സർവകലാശാലയിൽ അങ്ങനെ കൊടുത്തത് കലാപ്രതിഭയുടെ പേരാണ്. ഇപ്പോൾ കലാപ്രതിഭയ്ക്ക് ആദ്യം അങ്ങോട്ടേക്ക് ഒരു കത്ത് കൊടുക്കും, അവർ പെർഫോമ ഫില്ല് ചെയ്ത് കൊടുക്കണം, അവർ സമ്മതമാണതിന് എന്നറിയിക്കണം. അറിയിച്ച് ആ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ആ ലിസ്റ്റ് എവിടേക്ക് അയക്കുന്നത്? ഗവർണർക്ക് അയക്കുന്നത്, ചാൻസലർക്ക് അയക്കുന്നത്. സാധാരണ ചാൻസലർ അതിൻ്റെ താഴെ ശരിവെക്കും, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആവശ്യപ്പെടും. ഇതാണ് കീഴ്വഴക്കം. ഇദ്ദേഹം കലാപ്രതിഭയുടെ പേര് വെട്ടുന്നു, പകരം കേരള നടനത്തിൽ പന്തളം NSS കോളേജിൽ മത്സരിച്ച ഒരു ABVPക്കാരുടെ പേര് കൊടുക്കുന്നു. കോൺഗ്രസ്സുകാരന് ഒരു പ്രശ്നമില്ല, അതിൽ ഒരു വിഷമമില്ല, അതിൽ KSUവിന് ഒരു പ്രശ്നമല്ല. ഇനി അടുത്ത് അവിടെ കായിക രംഗത്ത് വടംവലിയിൽ ദേശീയ തലത്തിൽ വെങ്കലം നേടിയ വിദ്യാർത്ഥിയുടെ പേര് കൊടുക്കുന്നു. ഈ പ്രോസസ്സെല്ലാം കഴിഞ്ഞിട്ടാണേ. അപ്പോഴേക്കും എന്താ, അത് വെട്ടിയിട്ട് ബോഡി ബിൽഡിങ്ങിൽ ഏതോ കോളേജിൽ മത്സരിക്കുക മാത്രം ചെയ്തൊരു വിദ്യാർത്ഥിയുടെ പേര്, ABVPക്കാരൻ്റെ പേര് RSS ഓഫീസിലെ നിർദ്ദേശപ്രകാരം ഗവർണർ വെട്ടിക്കേറ്റുന്നു. നൗഷാദിലേക്ക് ഒരു വിഷമമില്ല, കോൺഗ്രസിന് കേസിൽ ഒരു വിഷമമില്ല. അടുത്ത് സയൻസിൽ 1ാം റാങ്ക് നേടിയ വിദ്യാർത്ഥിയെ ആലോചിക്കണം, 1ാം റാങ്ക് നേടിയ വിദ്യാർത്ഥിയെ പെർഫോമ കൊടുത്ത് അവരുടെ അനുമതിയോടുകൂടി നിയമപ്രകാരം ചാൻസലർക്ക് കൊടുക്കുന്നു. അതിനെ വെട്ടിയിട്ട് അതിന് പകരമായി ഒരു ABVPക്കാരനായ വിദ്യാർത്ഥിയുടെ പേര് കൊടുക്കുന്നു. അയാൾ ഒരു പരീക്ഷയുടെയും റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. ആലോചിക്കണം, ഒരു പരീക്ഷയുടെയും റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. റിസൾട്ട് വരാത്ത ഒരാളുടെ പേര്, റാങ്ക് നേടിയ ആളുടെ പേര് വെട്ടിയിട്ട് കൊടുക്കുകയാണ്. കോൺഗ്രസ്സിന് ഒരു വിഷമമില്ല. അത് കഴിഞ്ഞിട്ടോ ഹ്യൂമാനിറ്റീസ് 1ാം റാങ്ക് നേടിയ ആളെ കൊടുക്കുന്നു. ഇതേപോലെ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് വെട്ടിയിട്ട് റിസൾട്ട് വന്നയാൾ, നേരത്തെ റിസൾട്ടേ വന്നിട്ടുണ്ടായിരുന്നില്ല, ഇതിൽ റിസൾട്ട് വന്നപ്പോൾ ഗ്രേഡിൽ 7 താഴെ C ഗ്രേഡോ B ഗ്രേഡോ മറ്റോ കിട്ടിയ ഒരാൾ, റാങ്ക് കിട്ടിയ ആളെ വെട്ടിയിട്ട് ഇയാളെ നിയമിക്കുന്നു. കോൺഗ്രസ്സിന് ഒരു വിഷമമില്ല. കാലിക്കട്ടിലും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ അതിലെങ്ങനെ SFIക്കാരുടെ പേര് വന്നതാണ് ചോദ്യം. സർവകലാശാല കൊടുക്കുന്ന പേരുകളിൽ ചിലത് ഗവർണർ അംഗീകരിച്ചിട്ടുണ്ട്. സർവകലാശാല കൊടുത്ത ഈ പ്രോസസ്സെല്ലാം കുറേ എണ്ണം വെട്ടിയിട്ട് ABVPക്കാർ കൊടുത്ത ലിസ്റ്റ് വെച്ചു. ഇങ്ങനെ ഇദ്ദേഹം കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ നിങ്ങളുടെ പേരെങ്ങനെ വന്നു? കോൺഗ്രസ്സുകാരുടെ പേരെങ്ങനെ വന്നു? ഗവർണർ ഇത് ചെയ്യുന്നത് ശരിയാണോ? ഇവിടെ ഗോപാലകൃഷ്ണൻ ഞാൻ ചോദിച്ചതിനും ഇതിനും ഒരു മറുപടി പറഞ്ഞിട്ടില്ല. ഗവർണർ മറുപടി പറയുന്നില്ല, BJPക്കാർക്ക് മറുപടിയില്ല, ഗവർണറെ പിന്തുണയ്ക്കുന്ന SFI എതിർക്കുന്ന കോൺഗ്രസിന് മറുപടിയില്ല. എന്തെങ്കിലും കിടന്ന് നിങ്ങൾ ക്ഷൗരപ്പണി ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ടവരുടെ നെഞ്ചു കയറി ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ ചോദിച്ചതിന് കോൺഗ്രസ്സുകാരുടെ പേര് ഗവർണറുടെ ഓഫീസിൽ നിന്ന് കൊടുത്ത RSSകാരുടെ പേർക്ക് ഇപ്പൊ ആര് തന്നു? അതിന് മറുപടി പറയണം. പിന്നെ ഒരു കാര്യം,
ഇവിടെ ഇനി ഇവർ ഉന്നയിച്ച ചില വിഷയങ്ങളെക്കുറിച്ച് ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്താ പറഞ്ഞത്? ഒരു തെമ്മാടി ആരെയാ വിളിക്കുന്നത്? SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയെ കുറിച്ച് പറയാണ് വളരെ മോശമായിട്ട്. ഈ SFI എന്ന വിദ്യാർത്ഥി സംഘടനയെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കേരളത്തിൻ്റെ കലാലയങ്ങളിൽ SFI ഉണ്ടാകണം? ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ മുൻപൊരു SFIക്കാരനായിരുന്നു എന്നതിൽ ഏറെ അഭിമാനം കൊണ്ട നിമിഷമാണ് ഞാൻ. SFI അതിശക്തമായിരുന്നു. ഞാൻ കോൺഗ്രസ്സുകാരോട് ചോദിക്കുകയാണ്, KP നൗഷാദ് അലിയോട്, അല്പം ലജ്ജയുണ്ടോ താങ്കൾക്ക് ആ കുട്ടികളെക്കുറിച്ച് കുറ്റം പറയാതിരിക്കാൻ? എങ്ങനെയാണ് നിങ്ങൾ കുറ്റം പറയുക? മിസ്റ്റർ നൗഷാദ് അലി, എൻ്റെയും നിങ്ങളുടെയും നാട്, ഈ സർവകലാശാലകൾ RSS കീഴടക്കുമ്പോൾ അതിനെതിരെ കലാപമുണ്ടാക്കാൻ, കലഹിക്കാൻ ഒരു കൂട്ടം ചെറുപ്പക്കാർ മുൻപോട്ട് വരുന്നു. അവരുടെ പേര് SFI എന്നാണ്. അവരുടെ കയ്യിലിരിക്കുന്ന പതാക വെള്ളക്കൊടിയിൽ നക്ഷത്രം പേറിയ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് ആലേഖനം ചെയ്ത പതാകയാണ്. അവർ വരുന്നു, അവർ സമരം ചെയ്യുന്നു. നിങ്ങൾക്ക് അവരെ അങ്ങ് അപമാനിക്കണം അല്ലേ? അവരെ ഈ നാട്ടിൽ നിങ്ങൾക്ക് വളരെ മോശമായി ഏതെല്ലാം തരത്തിൽ അപമാനിക്കാൻ പറ്റും വാക്കുകൾ കൊണ്ടങ്ങ് പൊട്ടുകയാണല്ലോ. എന്താണ് അവർ നടത്തുന്ന സമരം? എന്താണ് ഇതിൻ്റെ കോസ്? നിങ്ങൾ പറ. ജനാധിപത്യ വിരുദ്ധമായി RSS വൽക്കരിക്കുന്നു കേരളത്തിൻ്റെ സർവകലാശാലകളെ. അതിനെതിരെ SFI കേരളത്തിൻ്റെ കലാലയങ്ങളിൽ സമരം ചെയ്യുന്നു. നിങ്ങൾ പറയുന്ന ഈ ആർഷോയുടെ നേതൃത്വത്തിൽ നെഞ്ചുറപ്പോടെ വീറോടെ SFIക്കാർ. അതിനെ ഒന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ മനസ്സില്ലെങ്കിൽ നിശബ്ദമായിരുന്നൂടെ? നിങ്ങളെന്തിനാണ് അവരെ അപമതിപ്പ് സൃഷ്ടിക്കാൻ പോകുന്നത്? നിങ്ങളെന്തിനാണ് ആ കുട്ടികളുടെ മേൽ കുതിര കയറാൻ പോകുന്നത്? ഇനി അടുത്തൊരു കാര്യം പറയട്ടെ. കേരളീയരെ മുഴുവൻ പേരെയുമല്ലേ ഈ ഗവർണർ തെറി വിളിക്കുന്നത്? നിങ്ങൾക്ക് യാതൊരു വിഷമവും തോന്നുന്നില്ലല്ലോ. കണ്ണൂരിനെ മുഴുവൻ തെറി വിളിച്ചു. നിങ്ങൾക്ക് കണ്ണൂരിലെ സുധാകരന് പോലും പ്രശ്നമില്ലല്ലോ. എന്താണ് ഈ RSS വൽക്കരണത്തിൽ കോൺഗ്രസിന്റെ നിലപാട്? KPCC പ്രസിഡന്റ് നിലപാട് എന്താണ്? ഗവർണർ നല്ലതാണെന്നാണ്. അപ്പൊ തിരുന്നില്ല പറയട്ടെ. അടുത്ത് രമേശ് ചെന്നിത്തലയുടെ നിലപാട് എന്താണ്? അതിഗംഭീരാണ് ഗവർണർ എന്നാണ് പറയട്ടെ. അടുത്ത ശശി തരൂരിന്റെ നിലപാട് എന്താണ്? ഗവർണർ ചെയ്തത് നിയമാനുസൃതമായ കാര്യമെന്നാണ്. ശ്രീ ശശി തരൂരിന് വേണ്ടി താങ്കൾ വിശദീകരിക്കുമോ? എന്ത് നിയമാനുസൃതമായ കാര്യമാണ് ഗവർണർ ചെയ്തത്? ഞാൻ ഈ വിശദീകരിച്ചത് നിയമാനുസൃതമായ കാര്യമാണോ? അല്ല. രാഷ്ട്രീയമായി RSSന്റെ ഇംഗിതത്തിനനുസരിച്ച് ചാൻസലർ പദവി ദുരുപയോഗം ചെയ്ത് അദ്ദേഹം ചെയ്യുകയാണ്. ഇങ്ങനെ വന്നാൽ ഞാൻ നൗഷാദ് അലിയോട് പറയുന്നു, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 2 സർവകലാശാലകളിലെ സിൻഡിക്കേറ്റുകളിൽ RSSന്റെ പ്രതിനിധികൾ വരും. സർവകലാശാലകളുടെ നയം രൂപീകരിക്കുന്ന സ്ഥലങ്ങളിൽ ചരിത്രത്തിലാദ്യമായി ഇതുവരെ നമ്മൾ ചെറുത്തു നിർത്തിയിരുന്ന കേരളത്തിലെ RSSനെ ഗവർണറുടെ ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് വരികയാണ്. ആ ലിസ്റ്റിന്റെ കൂട്ടത്തിലാണ് നിങ്ങളുടെ പേരുകൾ ഉള്ളത്. ഇതിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലല്ലേ? ശരി, നിങ്ങൾക്ക് 4 എണ്ണം എല്ലിൻ കഷ്ണം അങ്ങോട്ട് വലിച്ചിട്ട് തന്നപ്പോൾ അത് മതിയല്ലേ? കേരളം അവിടെ SFI കീഴടങ്ങാതെ സമരം ചെയ്യുന്നു. അവർ നടത്തുന്നത് ചരിത്രപരമായ സമരമാണ്. എൻ്റെയും നിന്റെയും നാട് വർഗീയവൽക്കരിക്കപ്പെടാതിരിക്കാനുള്ള മഹാപ്രക്ഷോഭത്തിലാണ് അവർ. അതിനെ അവമതിക്കുന്ന നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുകയാണ്. നിങ്ങളുടെ നിശബ്ദതയുണ്ടല്ലോ, ഗവർണറോട് ചേർത്ത് അന്ധമായ മാർക്സിസ്റ്റ് വിരോധത്തിന്റെ പേരിൽ നിങ്ങൾ ഒരുക്കി തീർക്കുന്ന ഇതെല്ലാം നാളെ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. യാതൊരു സംശയവും വേണ്ട. രാജ്യത്ത് ഗവർണറെ ഉപയോഗിച്ച് സംഘപരിവാർ നടത്തുന്ന ഏറ്റുമുട്ടലിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം നടക്കുകയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇന്ന് പാർലമെന്റിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ സസ്പെൻഡ് തേടി ഞാൻ വന്നിരിക്കുകയാണ്. മനസ്സിലായില്ലേ? കോൺഗ്രസും ഉണ്ട് കൂട്ടത്തിൽ, മറന്നു പോകരുത്, കോൺഗ്രസും ഉണ്ട്. അപ്പൊ രാജ്യതലസ്ഥാനത്ത് കോൺഗ്രസ് ഉയർത്തുന്ന സമരങ്ങളോട്, നിങ്ങൾ പറയുന്ന മുദ്രാവാക്യങ്ങളോട് കേരളത്തിലെ നേതൃത്വത്തിന്റെ നിലപാടെന്ത്? നിങ്ങൾക്ക് കേരളത്തിൽ മാർക്സിസ്റ്റ് വിരുദ്ധത മാത്രമാണ് അല്ലേ? നിങ്ങൾ മാർക്സിസ്റ്റ് വിരുദ്ധർ മാത്രമാണ്. നിങ്ങൾക്ക് ഗവർണർ എല്ലിൻ കഷ്ണം കിട്ടിയാൽ അത്രയും ഞങ്ങൾ ഗോപാലകൃഷ്ണനോടൊപ്പം ചേർന്ന് നിങ്ങളെ ഡിഫെൻഡ് ചെയ്തോളാം അല്ലേ? അതാണല്ലോ പോയിന്റ്. ശ്രീ നൗഷാദ് അലി, നോക്കൂ, ഇവിടെ കേവല രാഷ്ട്രീയത്തിനപ്പുറത്ത് ഗൗരവമായ ചില വിഷയങ്ങളില്ലേ? ഭരണഘടനാ തലവനാണ് ഗവർണർ. അദ്ദേഹം ഭരണഘടന അനുശാസിക്കുന്നത് അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത്? നോക്കൂ, റോഹിൻടൺ നരിമാന്റെ മുൻ സുപ്രീം കോടതി ജഡ്ജിയുടെ ഒരു പ്രസംഗം, കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗം യൂട്യൂബിലുണ്ട്, കേട്ടു നോക്കണം. അങ്ങ് എങ്ങനെയാണ് കേരള ഗവർണർ കോൺസ്റ്റിറ്റ്യൂഷനെ, ഈ ഭരണഘടനയെ നോക്കുകുത്തിയാക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഒടുവിൽ സുപ്രീം കോടതി നടത്തിയിട്ടുള്ള ഇടപെടലിനെ തുടർന്ന് അദ്ദേഹം ഇവിടെ കേരള നിയമസഭ പാസാക്കിയ നിയമങ്ങൾ നമുക്കറിയാം രാഷ്ട്രപതിക്ക് അയച്ചത്. അത് ഗവർണർ എന്നുള്ള നിലയിൽ ചെയ്ത കാര്യം. ഇപ്പോൾ നോക്കൂ, ചാൻസലർ എന്നുള്ള നിലയിൽ അദ്ദേഹം ശരിയല്ലാത്ത കാര്യം ചെയ്യുന്നു. എന്താണോ ഈ സെനറ്റ് നോമിനേഷന്റെ മാനദണ്ഡം അത് ലംഘിച്ച്, സാധാരണയുള്ള കീഴ്വഴക്കം അതിൻ്റെ മാനദണ്ഡം അത് ലംഘിച്ച് രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ചട്ടുകമായി അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനകത്ത്
അതൊരു പ്രശ്നമാകേണ്ടതല്ലേ? കോൺഗ്രസ് ഇത് എതിർക്കപ്പെടേണ്ടതാണ്, ഇത് വിമർശിക്കപ്പെടേണ്ടതാണ് എന്ന നിലപാട് എടുക്കേണ്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഇന്ന് നോക്കൂ, സനാതന ധർമ്മ പീഠത്തിന്റെ സെമിനാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്ത് നടക്കുകയാണ്. അവിടെ ഒരു സ്വാമി അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം അവിടുത്തെ VC-യെയും അവിടുത്തെ പ്രോ VC-യെയും ചട്ടം പഠിപ്പിക്കുകയാണ്. ഇതൊന്നും അല്ല യഥാർത്ഥത്തിലുള്ള ചട്ടം അനുസരിച്ച് ഒരു VC ചെയ്യേണ്ടതെന്ന് പറയാണ്. ഉത്തർപ്രദേശിലല്ല, കേരളത്തിലാണ്. അപ്പോൾ ഈ നിലയിലേക്ക് കാര്യങ്ങൾ വന്നാലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന മട്ടിൽ എങ്ങനെയാണ് കോൺഗ്രസിന് നിലപാടെടുക്കാൻ കഴിയുക? അത് അത്ഭുതകരമാണ്. അഭിലാഷ് ഇങ്ങനെ പാടുപെട്ട് കോൺഗ്രസിന്റെ നിലപാട് അതാണ് എന്ന് വരുത്തി തീർക്കണ്ട. ശ്രീ A.A. റഹീം അങ്ങനെ പറയുന്നതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പരാതിയില്ല. അദ്ദേഹം അങ്ങനെ പറയാൻ ബാധ്യതപ്പെട്ട ആളാണ്. അതെ ഞാൻ പറയാണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ശ്രീ A.A. റഹീമിൻ്റെ അറിവിലേക്ക് എനിക്ക് പറയാനുള്ളൊരു കാര്യം, മുമ്പ് ആലപ്പുഴ MP ആയിരുന്ന TJ ആഞ്ചലോസിനെ കടപ്പുറത്ത് മീൻപെറുക്കി നടന്നിരുന്ന ചെറുക്കൻ എന്ന് VS അച്യുതാനന്ദൻ ആക്ഷേപിച്ചു. എന്താ ഈ മീൻപെറുക്കി നടക്കുന്ന ആ പണി, ഈ ധീവര സമുദായവുമായി ബന്ധപ്പെട്ട് കടലിൽ പോകുന്ന പണിയൊക്കെ അത്ര മോശമാണ് എന്ന് CPM-നൊരു ചിന്ത അല്ലെങ്കിൽ ധാരണ ഉള്ളത് കൊണ്ടാണോ അച്യുതാനന്ദൻ അങ്ങനെ പറഞ്ഞത്? ഇന്നേ വരെ അച്യുതാനന്ദൻ അത് നിഷേധിച്ചിട്ടില്ല. അച്യുതാനന്ദൻ പാർട്ടി വിട്ടുപോയൊരു പെൺകുട്ടിയെ പറ്റി പറഞ്ഞ അളിഞ്ഞ വാക്കുകൾ ഞാനിവിടെ പറയുന്നില്ല. അച്യുതാനന്ദൻ തൻ്റെ എതിരാളിയായി വന്ന വനിതാ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞത് ഞാൻ പറയുന്നില്ല. അച്യുതാനന്ദൻ മലപ്പുറത്തെ കുട്ടികളെ കുറിച്ച് പറഞ്ഞത് ഞാൻ പറയുന്നില്ല. അച്യുതാനന്ദൻ പ്രണേതാക്കളെക്കുറിച്ച് 10-16 വർഷം മുമ്പ് പറഞ്ഞ് വലിയൊരു നരേറ്റീവിന് തുടക്കം കുറിച്ചതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് തിരുത്തി വന്നാൽ നമുക്ക് ഇതൊന്ന് ആലോചിക്കാം എന്ന് എനിക്ക് റഹീമിനോട് പറയാനുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം, അത് വർഷങ്ങളായി ഇവിടുത്തെ രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും സാഹിത്യ സാംസ്കാരിക മേഖലകളിലൊക്കെ പ്രയോഗിച്ചു പോരുന്നൊരു ചൊല്ലാണ്. അതിനിങ്ങനെയുള്ള സാങ്കേതികത്വം മുൻനിർത്തിയിട്ട് ആർക്കെങ്കിലും വേദന ഉണ്ടാക്കുന്നതാണെങ്കിൽ തിരുത്താൻ ഞാൻ എൻ്റെ മനസ്സുള്ള ആളാണ്. അതിനകത്തും യാതൊരു തർക്കമില്ല. അല്ല, നിങ്ങൾ ഇടപെടരുത്. ഞാൻ എൻ്റെ ഊഴം തീർത്തോട്ടെ. നിങ്ങൾ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എൻ്റെ ഊഴം തീർത്തിട്ട് നിങ്ങൾക്ക് പറയാം. ഇനി അഭിലാഷ്, ഇവിടെ ഈ ഗവർണറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വന്ന നാള് തൊട്ട് അദ്ദേഹം സംഘ് പരിവാറിൻ്റെ ഏജന്റാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ നയങ്ങളെയും തീർത്തും എതിർത്ത് പോന്നവർ, അദ്ദേഹത്തെ പിൻവലിക്കണമെന്ന പ്രമേയം കൊണ്ടുവന്നവർ, അദ്ദേഹം ഏറ്റവും രൂക്ഷമായിട്ട് വിമർശിച്ച ആൾ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവായ ശ്രീ VD സതീശനാണ്. ഇത്തരത്തിലൊക്കെ അദ്ദേഹവുമായിട്ട് കൃത്യമായ അകലവും കൃത്യമായ വിയോജിപ്പും പുലർത്തി മാത്രം മുന്നോട്ട് വന്ന ആളുകളെ കുറിച്ചാണ്, അദ്ദേഹവുമായിട്ട് നിരന്തരം ചങ്ങാത്തത്തിലേർപ്പെട്ട് ആവശ്യം വരുമ്പോൾ അദ്ദേഹമായിട്ട് പിണങ്ങുന്ന ആളുകൾ വന്ന് തങ്ങൾക്ക് പിണക്കം വന്നപ്പോൾ കോൺഗ്രസിനെതിരെ ആരോപണമായിട്ട് വരുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഈ കോഴിക്കോട് വന്ന് അല്ലെങ്കിൽ മലപ്പുറത്ത് വന്ന് മലബാറിൽ വന്ന് RSSനെതിരെയൊക്കെ കുറേ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടം കിട്ടുമെന്ന മട്ടിലൊക്കെ പല പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. അതിലെ ഏറ്റവും പുതിയ ഏട് എന്നതിൻ്റെ അപ്പുറത്ത് ഇതിനെക്കുറിച്ച് ഒന്നും ഞാൻ കാണുന്നില്ല. SFI-കാരികളായ ആളുകൾ ഗവർണറുടെ പട്ടികയിൽ വരുന്നത് യൂണിവേഴ്സിറ്റി കൊടുത്തിട്ട്, എന്നാൽ KSUവിൻ്റെ ഒരാളുടെ പേരെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയോ? ഏതോ കോൺഗ്രസ്സുകാരുണ്ട് എന്നാ പറയുന്നത്. എനിക്കറിയില്ല ഏതെങ്കിലും കോൺഗ്രസ്സുകാരുണ്ടോ എന്ന്. കോൺഗ്രസ് പാർട്ടി ഇന്നേ വരെ അത്തരത്തിലൊരു പേരും കൊടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ആ പേരുകളുമായിട്ടും ബന്ധമില്ല. ഞങ്ങളെ പാർട്ടിയുമായിട്ട് ഈ നടപടിക്ക് ഒരു ബന്ധവുമില്ല. എന്നാൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ 6 CPM-കാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിലേക്ക് ഇതേ ഗവർണർ നോമിനേറ്റ് ചെയ്തല്ലോ. ഇവർക്ക് യാതൊരു തർക്കവും ഉണ്ടായില്ലല്ലോ. ഇവരുടെ പലതരത്തിലുള്ള ഓർഡിനൻസുകൾ, ലോകായുക്തയുടെ കരചരണങ്ങൾ ഭേദിക്കുന്നതടക്കം ഗവർണർ ഒപ്പിട്ട് കൊടുത്തല്ലോ. ഇവർക്കൊരു പ്രശ്നമില്ല. അത് ബില്ലായി വരുമ്പോൾ ഗവർണർ എതിർക്കുന്നു. ഇവരൊക്കെ തമ്മിൽ പലതരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെ മുന്നോട്ട് പോകുന്നു. ആ കൊടുക്കൽ വാങ്ങലിന്റെ തോത് തെറ്റുമ്പോൾ ഇവർ തമ്മിൽ തർക്കമാകുന്നു. ഈ സംസ്ഥാനത്ത് CPM വലിയ തോതിൽ വിമർശനത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു സംഘപരിവാർ വേഴ്സസ് സംസ്ഥാന ഗവൺമെന്റ് എന്ന മട്ടിലൊരു നരേറ്റീവ് ഉണ്ടാക്കി ഇവരൊരു യുദ്ധമുഖം തുറക്കുന്നു. അതിന് മലബാറൊക്കെ തെരഞ്ഞെടുക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കൃത്യമായ വിവരം ഈ കേരളത്തിലെ മലബാറിലേക്ക് വോട്ടർമാർക്കുണ്ട് എന്ന് CPM മനസ്സിലാക്കണം. ഞങ്ങൾ ഈ ഗവർണർ വന്ന എന്ന് മുതൽ അദ്ദേഹത്തെ നഖശിഖാന്തം എതിർത്ത് പോരുന്നവരാണ്. അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയിൽ ഞങ്ങൾ അന്ന് മുതൽ സംശയാലുക്കളാണ്. അദ്ദേഹത്തിനെ ഒരു തരത്തിലും അംഗീകരിക്കുന്ന ഒരു വിഷയം പ്രശ്നം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉദിക്കുന്നതേ ഇല്ല. ഞങ്ങൾ അദ്ദേഹവുമായിട്ട് എല്ലാ കാലത്തും കൃത്യമായ അകലത്തിലാണ്. BJP-യുടെ ദേശീയ തലത്തിലുള്ള ഗവർണർ രാഷ്ട്രീയത്തിന് ഞങ്ങളെതിരാണ്. BJP-യുടെ ദേശീയ തലത്തിലുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് വേട്ടയാടുന്ന രാഷ്ട്രീയത്തിന് ഞങ്ങളെതിരാണ്. അതിൽ നിന്നൊക്കെ സേഫായി നിൽക്കുന്നത് പിണറായി വിജയൻ മാത്രമാണ്. ഇന്നാണ് കേജ്രിവാളിന് ED നോട്ടീസ് കൊടുത്തത്. ഡൽഹിയിലെ വ്യവസായ നയം മാറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എത്രയെത്ര കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഏതെങ്കിലും
ഏതെങ്കിലും ഒരു നോട്ടീസ് പിണറായി വിജയന് പോയോ? ഏതെങ്കിലും CPM-മായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഗൗരവതരമായിട്ട് അത്തരമൊരു നീക്കമുണ്ടായോ? കേന്ദ്ര ഏജൻസികളും എല്ലാ കാലത്തും ഇവരെ കൂടെ പോയല്ലോ. അത്രയല്ലേ ഉള്ളൂ. ഏതായാലും ഈ ഗവർണറുമായിട്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ ഇവരെങ്ങനെയായിരുന്നു എന്നുള്ളത് വിലയിരുത്തി മാത്രം മതി നമുക്ക് ഇവരും ഗവർണറും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളെ അട്ടഹാസങ്ങൾ മുഴക്കിയിട്ട് കാര്യമില്ല. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞു. അവസാനത്തെ 5 മിനിറ്റാണ്. അതുകൊണ്ട് പാനലിസ്റ്റുകൾ സമയത്തിന്റെ കാര്യത്തിൽ സഹകരിക്കണം. ആദിഷ് ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ താങ്കൾ തന്നെ താങ്കളുടെ നേരത്തെ ഊഴത്തിൽ പറഞ്ഞ കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരായിട്ട് പിന്നെ പ്രൊഫസർമാരായിട്ടൊക്കെ CPM-ന്റെ ആളുകളെ വെക്കുന്നു, അല്ലെങ്കിൽ CPM-ന് താല്പര്യമുള്ള ആളുകളെ, യോഗ്യതയില്ലാത്ത ആളുകളെ വെക്കുന്നു എന്നുള്ളതായിരുന്നല്ലോ താങ്കളുടെ വാദത്തിന്റെ ഒരു ക്രക്സ്. ശരി, അതാണ് നിങ്ങളുടെ വാദമെങ്കിൽ ഇതേമാതിരി നിർദ്ദിഷ്ട കൃത്യമായി പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ആളുകളെ, നിങ്ങളുടെ ആളുകളെ ഗവർണർ വഴി സെനറ്റിൽ കൊണ്ടുവരിക എന്ന് പറയുന്നതും അതേ തെറ്റല്ലേ? ഇപ്പം ഞങ്ങളിട്ടാൽ ബർമുഡ, അവരിട്ടാൽ വള്ളിക്കളസം എന്നുള്ള നിലപാടത് പറ്റില്ലല്ലോ. ഞാൻ താങ്കൾ പറഞ്ഞതിന് ഉത്തരം പറയാം. അതിനു മുമ്പ് റഹീം പറഞ്ഞതിന് മറുപടി പറഞ്ഞോട്ടെ. റഹീമെ, കേരളത്തിൻ്റെ സർവകലാശാലകളിൽ RSS പിടിമുറുക്കുന്നു, RSS കയറിയിരിക്കുന്നു 2 അതുകൊണ്ട് അത് എതിർക്കണമെന്നാണ്. RSS സർവകലാശാലയിൽ മാത്രമല്ല നിയമസഭയിലും കയറും. നിങ്ങളുടെ നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്ന കസേരയിലും RSSകാരിരിക്കും കേരളത്തിൽ. ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തും RSS. ഞാൻ സംസാരിക്കട്ടെ പ്ലീസ്, സമയമില്ലല്ലോ. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി സ്ഥാനത്തും ഇന്ത്യയിലെ രാഷ്ട്രപതി സ്ഥാനത്തും എല്ലാം ജനാധിപത്യപരമായിട്ടാണ് RSS ഇരിക്കുന്നതെങ്കിൽ ഇവിടെയും ഇരിക്കും RSSും BJPയും. നിങ്ങൾ വേദനിച്ചിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞു SFIക്കാരെ കുറിച്ച് ഭയങ്കരം. SFI എന്ന് പറഞ്ഞാൽ ആരാ SFI? നിങ്ങളുടെ 6 മണിയുടെ ഷോ കാണിച്ച ആളുണ്ടല്ലോ, നേരത്തെ ജെട്ടിയുടെ കാര്യം പറഞ്ഞാൽ അത് ഒഴിവാക്കുക. ആ 6 മണിയുടെ ഷോ കാണിച്ച മനുഷ്യന് 40 കേസിലെ പ്രതിയാ, കൊടും ക്രിമിനൽ. അതിലെ 16 കേസ് ആയുധം കൊണ്ട് ആളുകളെ ഉപദ്രവിച്ചതാ. അതിലെ 4 കേസ് സ്ത്രീകൾക്കെതിരായ കേസാ. അതിലെ 12 കേസ് കലാലയത്തിലെ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ പ്രവർത്തിച്ചതാ. നിങ്ങളുടെ SFI ഉണ്ടല്ലോ, കൊല്ലത്തെ കോളേജിൽ സംസ്കാരം പടിക്ക് പുറത്ത് ബാനർ, കേരളവർമ്മ കോളേജിൽ സരസ്വതിയുടെ നഗ്നചിത്രം വരച്ചു വെച്ച് അതിനുള്ളിൽ സരസ്വതിയുടെ ഗുഹ്യഭാഗത്ത് എങ്ങനെ കയറാം എന്ന് എഴുതി വെച്ചു. വൃത്തികെട്ടവര്, നാണം കെട്ടവര്. അല്പമെങ്കിലും സംസ്കാരമുള്ളവർ എഴുതുവോ? സംസ്കാരം പടിക്ക് പുറത്ത്. റഹീമെ, തങ്ങളെ എനിക്കിഷ്ടമാ. താൻ ചോദിക്കണമായിരുന്നു SFIക്കാരോട്, ഇത് മര്യാദകേടാണ്. സരസ്വതി ദേവിയുടെ നഗ്നചിത്രം വരച്ചു വെച്ചിട്ട് അതിൻ്റെ ഗുഹ്യഭാഗത്ത് എങ്ങനെ കയറാം എന്ന് എഴുതി വെക്കുന്നതാണോ SFI? അവരെ തെമ്മാടി നല്ല വിളിക്കേണ്ടത്, തെണ്ടിത്തരം കാണിക്കുന്നവരെ വിളിക്കേണ്ട പേരാണ്. അതിന് പകരം നിങ്ങൾ ഗവർണറെയാണത് വിളിച്ചത്. നിങ്ങൾ ഗവർണറെ വിളിച്ചത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. SFIക്കാരെന്ന് പറയുന്നത് അത്രയേറെ കേരളത്തിലെ വിഷം ചീറ്റുന്ന, വൃത്തികേട് നടത്തുന്ന, അധമ സംസ്കാരം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും നാണക്കേട് ഉണ്ടാക്കുന്ന വർഗമായി അധപ്പതിച്ചിരിക്കുക. വിദ്യാർത്ഥി സമൂഹത്തിന് അധപ്പതനമാ. പക്ഷെ അധികകാലം നിങ്ങൾക്ക് കീഴടക്കാൻ പറ്റില്ല. അധികകാലം കീഴടക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. JNU അവിടെ ഇതായിരുന്നു പരിപാടി. പക്ഷെ JNU നാട്ടുകാർ കയറി. കേരളത്തിലെ ക്യാമ്പസ് JNU ക്യാമ്പസ് മാതിരി നാട്ടുകാർ കയറാൻ ഇടവരുത്താതിരുന്ന നല്ലത്. കാര്യമില്ല. അല്ല, നിങ്ങൾ നാട്ടുകാർ കയറി വെച്ചാൽ RSS കയറിയതാണ്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ JNUവിലും മറ്റ് ഇന്ത്യയിലെ മറ്റു പല സർവകലാശാലകളിലും ഇപ്പോഴും SFI വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിലെ ക്രക്സ്, ഈ വിഷയത്തിലെ ചോദ്യത്തിൽ ഈ നിമിഷം വരെ ഇദ്ദേഹത്തിന് ഗോപാലകൃഷ്ണനോ അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി നൗഷാദ് അലിക്കോ ഒരു വിശദീകരണമില്ല. ഞാൻ സംസാരിക്കട്ടെ. അല്ല, കേൾക്ക്. അത് തെറ്റാണ്. ഇനി അടുത്ത് നിങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിങ്ങൾ വിജയിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, റാങ്ക് തേടി 1ാം റാങ്ക് തേടിയ ആള് അല്ലെങ്കിൽ കലാപ്രതിഭയായ ആള് ABVP-കാരിയായിരുന്നുവെങ്കിൽ അവരെ മാറ്റാൻ കേരള സർവകലാശാലയ്ക്ക് പറ്റുമായിരുന്നു? പറ്റില്ല. അവർ വന്നേനെ. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ, ABVP-കാരുടെ കൂട്ടത്തിൽ പ്രതിഭാധനരായ ആരുമില്ല. റാങ്ക് വാങ്ങിയവരുടെ കൂട്ടത്തിലില്ല. ഇനി ഇവർ പകരം വെക്കുമ്പോഴെങ്കിലും നമ്മൾ കൊടുത്ത പേര് വെട്ടി വേറൊരു റാങ്ക് കിട്ടിയ ആളുടെ പേര് വെക്കണ്ടേ? അങ്ങനെയും കൂട്ടത്തിൽ ABVP-കാരുടെ കൂട്ടത്തിൽ എടുക്കാൻ ഒരാളില്ല. മനസ്സിലായല്ലോ?
അപ്പോൾ റാങ്ക് കിട്ടുന്നവർ നിങ്ങൾ പറയുന്ന പ്രകാരമാണെങ്കിൽ SFIക്കാർ, കലാപ്രതിഭയാകുന്നവർ SFIക്കാർ, കലാതിലകമാകുന്നത് SFIക്കാർ. ആ SFIയെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്. നിങ്ങൾ പറയുന്ന പ്രകാരമാണെങ്കിൽ അവരാരും SFI ആണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറയുന്ന പ്രകാരം എന്തായാലും അതിലൊന്നും പെട്ട ഒന്നും ABVPക്കാരായിട്ടില്ല. ഞാനല്ല പറയട്ടെ, ABVPക്കാരായിട്ടില്ല ഇല്ലേ? പരീക്ഷ എഴുതി റാങ്ക് വാങ്ങിയ ഒരാളെ എന്താ സാറ് വെക്കാത്തത്? ഇതിൽ എൻ്റെ എഴുതി കൊടുത്ത കൂട്ടത്തിൽ അതിലൊരാളുടെ പേര് വെക്കാത്തേ? അപ്പോൾ അതിലൊന്നുമില്ല. ആകെ അറിയാവുന്നത് ഇതുപോലെ വന്നിരുന്ന് ആളുകളെ പരിഹസിക്കാൻ, ജട്ടിക്കഥ പറയാൻ, വൃത്തികേടുകൾ പറയാൻ, മോശത്തരം പറയാൻ ഒക്കെ പറ്റുന്ന കുറേ ജന്മങ്ങളാണ് BJPയിലുള്ളത്. അല്ലാതെ വേറെ ആരുമില്ല. അത് മുകൾ മുതൽ താഴെ വരെ. മനസ്സിലായല്ലോ? ചാണകത്തിൽ നിന്ന് ഓക്സിജൻ വരുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ്. അല്ലാതെ വേറൊരാളുമില്ല. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ SFI, ഗോപാലകൃഷ്ണൻ സർട്ടിഫിക്കറ്റ് അല്ല പറയട്ടെ, ഗോപാലകൃഷ്ണന്റെയും RSSന്റെയും BJPയുടെയും സർട്ടിഫിക്കറ്റ് SFIക്ക് വേണ്ട. കേരളത്തിന്റെ കലാലയങ്ങളിൽ SFI ആണ് മഹാഭൂരിപക്ഷം വരുന്ന സർവകലാശാലകളിലും വിജയിക്കുന്നത്. എല്ലാ സർവകലാശാലകളും SFI ആണ്. എല്ലാ യൂണിയനുകളും, എല്ലാ സർവകലാശാലകളിലും, എല്ലാ ക്യാമ്പസുകളിലും എവിടെയും SFIക്ക് തന്നെയാണ് മേധാവിത്വം. വിദ്യാർത്ഥി മനസ്സുകളിലാണ് SFI ജീവിക്കുന്നത്. മനസ്സിലായല്ലോ? അല്ലാതെ നിങ്ങളുടെ വേറെ എവിടെയല്ല. ഞാൻ അത്രമാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. കോൺഗ്രസ് ഈ ചർച്ച അവസാനിക്കുന്നതിനിടയിൽ വരെ പറയട്ടെ, നൗഷാദ് അലി കോൺഗ്രസിന്റെ പ്രതിനിധി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഗവർണറെ തള്ളി പറയാൻ തയ്യാറാകുന്നില്ല. ചാൻസലർ പദവി ഉപയോഗിച്ചുകൊണ്ട് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. ഗവർണറും ഞങ്ങളും തമ്മിൽ എന്തൊക്കെയോ ഗവർണറും ഞങ്ങളും തമ്മിലുള്ള നടക്കുന്നത് അദ്ദേഹം ആരംഭിക്കുകയാണ്. ഇത് മലബാർ. ശരി, നമുക്ക് ഇനി അതിന് മറുപടി പറയാനുള്ള സമയവും അവശേഷിക്കുന്നില്ല. വളരെ നന്ദി എൻ്റെ 3 പാനലിസ്റ്റുകൾക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.